നമുക്ക് വചനത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു വാക്കുകൂടെ കർത്താവിനെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുത്തെ എന്ന് പറഞ്ഞ സാന്നിധ്യത്തിനായിട്ട്, അവിടുത്തെ സ്നേഹവാത്സല്യത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അതെ കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ ചേർത്തണയ്ക്കുന്ന സ്നേഹം, കർത്താവേ, ഞങ്ങളുടെ എല്ലാ അവസ്ഥകളും മനസ്സിലാക്കി ഞങ്ങളെ അറിയുകയും ഞങ്ങളെ വഴി നടത്തുകയും ഞങ്ങളെ താലോലിച്ച് പാലിച്ച് മുമ്പോട്ട് നടത്തുകയും ചെയ്യുന്ന നല്ല ഇടയനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ തിരു രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകണം കർത്താവേ. അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണം. അങ്ങേക്ക് കർത്താവേ, പ്രസാദകരമല്ലാത്ത അങ്ങേ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചു തരികയും കർത്താവെ അതിനെ ഓർത്ത് മാനസാന്തരപ്പെട്ട് കർത്താവെ അവിടുത്തെ കഴകൾ പ്രാപിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെ അളവില്ലാതെ നിറയ്ക്കണം. അങ്ങ് ഞങ്ങളെ അളവില്ലാതെ സ്നേഹിച്ച് അങ്ങേ ഞങ്ങൾക്ക് അളവില്ലാതെ സ്നേഹിപ്പാനും കർത്താവെ പരസ്പരവും അതുപോലെ അളവില്ലാതെ സ്നേഹിപ്പാനും ഞങ്ങളെ സഹായിച്ചാട്ടെ. അവർ വലിയ സ്വസ്ഥതയോടെ സമാധാനത്തോടെ കർത്താവെ അവിടുത്തെ മാർവിൽ ചാരി അവിടുത്തെ ശബ്ദത്തെ കേൾപ്പാൻ ഞങ്ങളെ സഹായിക്കണം. നിത്യതയുടെ വെളിച്ചത്തിലെ കർത്താവെ ഈ വചനങ്ങളെ കാണുവാനും അത് ഞങ്ങൾക്കൊരു വെളിപ്പാടായിട്ട് ഞങ്ങളുടെ ജീവിതത്തിന് വലിയൊരു മുതൽക്കൂട്ടായിട്ട് അതൊരു വലിയൊരു അനുഭവമായിട്ട് കർത്താവെ ആക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവെ, നന്ദി. പ്രാർത്ഥന കേട്ടതിനെ ഒത്ത് സ്തുതിക്കുന്നു. എല്ലാം യേശു കർത്താവിൻ്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമീൻ, 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 ആമീൻ. നമ്മൾ വെളിപാട് പുസ്തകം 22-ാം അധ്യായത്തിന് 2-ാമത്തെ വാക്യമായിരുന്നു കഴിഞ്ഞ ആഴ്ചയും നമ്മൾ ചിന്തിച്ചത്. കഴിഞ്ഞ ആഴ്ച നമ്മളുടെ 2025-ൻ്റെ അവസാനത്തെ ബുധനാഴ്ചയായിരുന്നു. ഇന്ന് 2026-ൻ്റെ ആദ്യത്തെ ബുധനാഴ്ച, നമ്മളുടെ ഈ വർഷത്തെ ആദ്യത്തെ ഓൺലൈൻ ബൈബിൾ സ്റ്റഡി കർത്താവ് നമ്മളെ ഇത്രത്തോളം നടത്തിയല്ലോ. നമ്മൾ വെളിപാട് 22-ാം അധ്യായം അതിൻ്റെ കോണ്ടെക്സ്റ്റ് അധികം വിശദീകരിക്കാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താ? പുതിയ ആകാശവും പുതിയ ഭൂമിയും, നിത്യത എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വരവിങ്ങ് ഏറ്റവും അടുത്തു. എതിർക്രിസ്തു വെളിപ്പെടാൻ പോകുന്നു. മഹോപദ്രവവും എതിർക്രിസ്തു വെളിപ്പെടുന്നു. എതിർക്രിസ്തു വെളിപ്പെടുന്നു, മഹോപദ്രവം, കർത്താവിൻ്റെ 2-ാമത്തെ വരവ്, അർമ്മഗദോൻ യുദ്ധം, അത് കഴിഞ്ഞിട്ട് കർത്താവ് രാജ്യത്വം സ്ഥാപിക്കുന്നു. കർത്താവിൻ്റെ മക്കൾക്ക് കർത്താവ് പ്രതിഫലം തരുന്നു. 1000 വർഷക്കാലം ഉള്ള സഹസ്രാബ്ദ വാഴ്ച. അതിനുശേഷം സാത്താനെ അഗാധത്തിലടയ്ക്കുന്നു. 1000 വർഷക്കാലം സാത്താൻ അഗാധത്തിലായിരുന്നു. ആ 1000 വർഷക്കാലത്തിന് ശേഷം സാത്താനെ അഗാധത്തിൽ നിന്ന് തുറന്നു വിടുന്നു. അവൻ വീണ്ടും മനുഷ്യരെ വഞ്ചിച്ച് ദൈവത്തിനെതിരായിട്ട് തിരിക്കുന്നു. സ്വർഗ്ഗത്തിൽ നിന്ന് വന്ന തീ അവരെല്ലാം ദഹിപ്പിച്ച് കളയുന്നതായിട്ടും വെളിപാട് 20-ന്റെ 10 അവനെ പിടിച്ച് പിന്നെ തീപ്പൊയ്കയിൽ കൊണ്ടിടുന്നതുമൊക്കെ നമ്മൾ വായിച്ചു. എവിടെ? വെളിപാട് 20-ന്റെ 10-ാമത്തെ വാക്യത്തിൽ. തീപ്പൊയ്കയിൽ ആരൊക്കെ കൂടെ ഉണ്ടായിരുന്നു? അവൻ്റെ കൂട്ടിന് കള്ളപ്രവാചകനും എതിർക്രിസ്തു ഉണ്ടായിരുന്നു. എതിർക്രിസ്തുവും കള്ളപ്രവാചകനും അവന് കൂട്ടായിട്ടെന്ന് പറയുമ്പോൾ അവിടെ കൂട്ടായ്മയൊന്നും ഇല്ല. നരകം എന്ന് പറഞ്ഞാൽ അവിടെ ദൈവത്തിൻ്റെ കരുണയില്ലാത്തിടം, എ പ്ലേസ് വേ ദർ ഇസ് നോ മേഴ്സി ഓഫ് ഗോഡ്. ഇപ്പം നമ്മൾ ഗോഡ് ഫോർസേക്കൻ പ്ലേസ് എന്നൊക്കെ ചിലപ്പം ചില സ്ഥലങ്ങളെ കുറിച്ചൊക്കെ ചിലപ്പം പറയുമായിരിക്കും. യഥാർത്ഥത്തിലുള്ള ദ ഓൺലി ഗോഡ് ഫോർസേക്കൻ പ്ലേസ് ഇസ് ദ ഹെൽ വേ ഗോഡ്സ് മേഴ്സി ഇസ് നോട്ട് ദേ. ദൈവത്തിന് കരുണയില്ലാത്തിടം എന്ന് പറയുന്നത് ഈ എന്താ നരകത്തിലാണ്. അപ്പം അവിടെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ സാത്താൻ്റെ സ്വഭാവം എന്താ? അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യവും വൈരാഗ്യവും അസൂയയും ഒന്ന് ആലോചിച്ച് നോക്കുകയെന്ന് വെച്ചാൽ ആ നിത്യ നരകാഗ്നിയിലെ എല്ലാവരും അതുപോലെ ദേഷ്യവും വൈരാഗ്യം, അവരുടെ ആ ഒരു തനി സ്വഭാവം, സാത്താൻ്റെ അതേ സ്വഭാവം, ജഡത്തിൻ്റെ ആ സ്വഭാവം അങ്ങ് വെളിപ്പെടുവാണ്. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അസ്വസ്ഥത, നീരസം. ഇനിയിപ്പം തീയും പുകയൊന്നും ഇല്ലെങ്കിൽ പോലും അങ്ങനെ നരകമായിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. എന്നാൽ കെടാത്ത പുഴുവും കെടാത്ത തീയും ചാകാത്ത പുഴുവും എന്നൊക്കെ കർത്താവ് മർക്കോസ് 9-ാം അധ്യായത്തിൽ അത് വീണ്ടും വീണ്ടും കർത്താവ് പറയുമ്പോൾ അതുപോലൊരു ഘോരമായിട്ടുള്ള യാതനയും കാര്യങ്ങളും ഒക്കെ ഉള്ള കാര്യങ്ങൾ അപ്പം അവിടെ ആയിരിക്കും. അപ്പം ആ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷം അവിശ്വാസികളുടെ ന്യായവിധി, അവിടെ ജീവന്റെ പുസ്തകത്തിലെ പേര് കാണാത്തവരെല്ലാം നിത്യമായിട്ടുള്ള ആ ഒരു തീപ്പൊയ്കയിലോട്ട് തള്ളിയിടപ്പെടുന്ന കാര്യവും പിന്നെയാണ് പുതിയ ആകാശം പുതിയ ഭൂമി. കർത്താവെല്ലാം പുതിയതായിട്ട് എവറിത്തിങ് ഹി മേക്സ് ന്യൂ. അത് വെളിപാട് 21-ാം അധ്യായത്തിൽ ആ കുഞ്ഞാടിൻ്റെ കല്യാണത്തിൻ്റെ കാര്യവും കാന്തയാകുന്ന സഭയാകുന്ന പുത്തൻ എരുസലേമാകുന്ന നഗരത്തിൻ്റെ തേജസ്, ജ്യോതിസ് എല്ലാം നമ്മൾ വായിക്കുന്നുണ്ടായിരുന്നു. അതിനെ മതിലിനെ കുറിച്ചും, മതിൽ എന്ന് പറയുമ്പോൾ ലോകത്തിൽ നിന്ന് വേർപെട്ടതാണ് യഥാർത്ഥത്തിലുള്ള സഭ. ലോകത്തോട് കൈകോർത്ത് ലോകത്തിൻ്റെ അതേ മൂല്യങ്ങൾ, ലോകത്തിൻ്റെ മൂല്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച കേട്ടതുപോലെ ലോകത്തിൻ്റെ മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? പണം, മനുഷ്യമാനങ്ങൾ, ജഡിക സുഖങ്ങൾ.
പണം മനുഷ്യമാനം ജടിക സുഖങ്ങൾ, മണി ഓൺ ആ പ്ലഷേഴ്സ്, അതാണ് ലോകത്തിന്റെ മൂല്യങ്ങൾ. അത് തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോകുന്നതാണ് പോകുന്ന തരത്തിലെ യേശുവിൻ്റെ പേരിലുള്ള എന്ന ലോകത്തിൻ്റെ കൂടെ പോകുന്ന ആ ഒരു വ്യവസ്ഥയാണ് ബാബിലോൺ എന്നുള്ള വ്യവസ്ഥയെക്കുറിച്ചൊക്കെ നമ്മൾ വെളിപാട് പുസ്തകം 17-18 അധ്യായങ്ങളൊക്കെ നമ്മൾ വായിച്ചേ. അപ്പം ആ ഒരു കാന്തയ്ക്ക് യഥാർത്ഥത്തിലൊരു മതിലുണ്ട്, ലോകത്തിൽ നിന്നൊരു വേർപെട്ട ഒരു മതിൽ. അത് നമ്മൾ കാന്തയെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെ വ്യക്തി ജീവിതത്തിൽ അങ്ങനെ ഒരു മതിലുണ്ടെങ്കിൽ കുടുംബത്തിലും അങ്ങനെ ഒരു മതിലുണ്ടാവത്തുള്ളൂ. അങ്ങനെയുള്ളവർ ചേർന്ന് വരുമ്പോഴാണ് സഭയിലൊരു മതിലുണ്ടാവത്തുള്ളൂ. ലോകത്തിൽ നിന്ന് വേർപെട്ട, ലോകത്തിൻ്റെ മൂല്യങ്ങളല്ല ഇവിടെ ലോകത്തിലെ പോലുള്ള മത്സരവോ ലോകത്തിലെ പോലുള്ള ഒരു കുശുമ്പോ അസൂയയോ ക്രോധമോ വാഗ്വാദമോ പരസ്പരമുള്ളൊരു കുറ്റം ചാർത്തലോ അസൂയയോ പകയോ അങ്ങനെയൊന്നുമല്ല, മറിച്ച് സ്നേഹം, സ്വയത്തിന് മരിക്കുന്നു, വിട്ടുകൊടുക്കുന്നു, മറ്റൊരാളെ നമ്മളെക്കാൾ പ്രാധാന്യമുള്ളതായിട്ട് നമ്മൾ കരുതുന്നു. അതൊക്കെയാണ് യഥാർത്ഥത്തിലുള്ളൊരു ക്രിസ്തു സഭ, കർത്താവിൻ്റെ സഭയായിട്ട് ചേർന്ന് പണിയപ്പെടുന്ന ഒരു കൂട്ടത്തിൻ്റെ പ്രത്യേകത. നിങ്ങളിൽ ഇതെല്ലാം ഉണ്ടെങ്കിൽ, എന്താ ജഡികത ഉണ്ടെങ്കിൽ, നമ്മൾ 1 കൊരിന്ത്യർ 3 ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്, നിങ്ങൾ ശേഷ മനുഷ്യരെ പോലെ അല്ലയോ. എപ്പോഴാ ശേഷ മനുഷ്യരെ പോലെ നമ്മളായിത്തീരുന്നേ? അതായത് ഈ മതിലെപ്പോഴും പൊളിഞ്ഞു പോകുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ, ശേഷ മനുഷ്യർ എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള ആൾക്കാർ. അവരെങ്ങനെ? 1 കൊരിന്ത്യർ 3-ന്റെ 3-ാമത്തെ വാക്യം, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യവും പിണക്കവും, ഈർഷ്യ, ജലസി, നമുക്ക് വേറൊരാളെ കൂടുതൽ അനുഗ്രഹിക്കപ്പെടുന്ന കാണുമ്പോൾ ഒരു എരിച്ചില്, ഒരു കണ്ണുകടി, ജലസി, സ്ട്രൈഫ്, പിണക്കം, അങ്ങനെയൊക്കെ ഇരിക്കും. നിങ്ങൾ ജഡികന്മാരും ശേഷ മനുഷ്യരെ പോലെ നടക്കുന്നവരും അല്ലയോ. യഥാർത്ഥത്തിലുള്ള അവിടെ കൊരിന്ത് സഭയിലും അതിലൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുമായിരുന്നു. ലോകവേദ സഭ ഏതാന്ന് മനസ്സിലാകാതെ വണ്ണം ലോകത്തിന്റെ മൂല്യങ്ങളായിരുന്നു അവിടെ. ജഡികതയായിരുന്നു, ഈർഷ്യയും പണക്കവും വടംവലിയും അധികാര വടംവലിയും കാര്യങ്ങളും എല്ലാം. എന്നാൽ നിങ്ങൾ അങ്ങനെ ആണെങ്കിൽ ശേഷം മനുഷ്യരെ പോലെ അല്ലയോ എന്നാണ് അവിടെ പരിശുദ്ധാത്മാവ് പൗലോസ് അപ്പോസ്തലനോട് 1 കൊരിന്ത്യർ 3-3 വായിക്കുന്നത്. അപ്പം അങ്ങനെ ആ ഒരു സഭയുടെ മതിലിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. സഭയുടെ തേജസ് അത് വലിയ വൈഡൂര്യങ്ങളും മുത്തുകളും പവിഴങ്ങളും ഒക്കെ ആയിട്ട് ഉപമിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ വൈഡൂര്യങ്ങളും മുത്തുകളും ഒക്കെ എത്രമാത്രം ഭൂമിക്ക് അടിയിൽ അതുപോലെ ഒരു ഇൻറ്റൻസ് പ്രഷർ ആൻഡ് ഹീറ്റ്, വലിയ സമ്മർദ്ദത്തിലും ടെമ്പറേച്ചറിലും താപനിലയിലും ഒക്കെ അനേകം ആയിരം വർഷങ്ങളിലൂടെയാണ് ഈ മുത്തുകളൊക്കെ മുത്തായി തീരുന്നത്. അതിൻ്റെതായ രീതിയിൽ അതിൻ്റെ ആ കാർബൺ പാർട്ടിക്കിൾസ് അതിൻ്റെതായ രീതിയിൽ അലൈൻഡ് അതിലൂടെ സൂര്യപ്രകാശം കടന്നു പോകുമ്പോഴാണ് ഇതൊരു വൈഡൂര്യമായിട്ട്, മുത്തായിട്ട്, പവിഴമായിട്ട്, റൂബി, പേൾ, അങ്ങനെയൊക്കെയുള്ള പല മരതകം, ഇങ്ങനെയൊക്കെയുള്ള എമറാൾഡ്, സഫയർ, അങ്ങനെ പറഞ്ഞ് പല മുത്തുകളെ കുറിച്ചൊക്കെ നമ്മൾ അതിൻ്റെ 19 മുതൽ വെളിപാട് 21-19 മുതലൊക്കെ നമ്മൾ കണ്ടു. അപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും നമ്മൾ അധികമായിട്ടുള്ള പല സമ്മർദ്ദങ്ങളും പ്രതിസന്ധികളും പ്രലോഭനങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പം അവിടെ കർത്താവേ എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടമെന്ന് പറഞ്ഞ് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പം പരിശുദ്ധാത്മാവിൻ്റെ ജീവൻ വന്ന് നമ്മളിൽ വന്ന് നിറഞ്ഞ് അവിടെ നമ്മളിൽ ഈ ഒരു മുത്തിൻ്റെ തേജസ് ഉണ്ടാവാൻ, കാന്തയുടെ തേജസ് ഉണ്ടാകാൻ ഇടയാകും. ചില മുത്തുച്ചിപ്പി, പേൾ ഓയിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഫോറിൻ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു പുറത്തു നിന്നുള്ള ഒരു പദാർത്ഥം ഈ മുത്തുച്ചിപ്പിയുടെ ഉള്ളിലോട്ട് വരുമ്പോൾ അത് ഒരു സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് പിന്നെ ചുറ്റി വലിയൊരു നല്ലൊരു മുത്തായിട്ട്, പേളായിട്ട് മാറുന്നത്, വലിയ വിലയുള്ളൊരു പേളായിട്ട് മാറുന്നത്. ഈ സഭയുടെ ഗോപുരങ്ങളൊക്കെ, ഗേറ്റ്സ് ഒക്കെ മുത്തുകളാണ്, പേളാണെന്നൊക്കെയാണ് നമ്മൾ വെളിപാട് 21-21 വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എങ്ങനെയാ പേൾ ഉണ്ടാവുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഈ പേൾസ് എങ്ങനെ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ജീവിതത്തിലും നമ്മളുടെ ഇഷ്ടത്തിന് വിരോധമായിട്ടുള്ള ചില കാര്യങ്ങളെ ദൈവം അയക്കുമ്പോൾ അവിടെ നമ്മൾ കർത്താവിൻ്റെ ആത്മാവിനങ്ങ് കീഴടങ്ങി കൊടുക്കുമ്പം പരിശുദ്ധാത്മാവ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? കർത്താവിൻ്റെ ജീവൻ, കർത്താവിൻ്റെ താഴ്മയും സൗമ്യതയും, കർത്താവിൻ്റെ ആ ഒരു കാർക്കശ്യവും, കർത്താവിൻ്റെ ആ ഒരു നിർമ്മലതയും, കർത്താവിൻ്റെ പരിശുദ്ധിയും, കർത്താവിൻ്റെ നിസ്വാർത്ഥതയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതൊരു പേൾ ഓയിസ്റ്ററായിട്ട്, ഒരു മുത്തായിട്ട്, ഒരു പേളായിട്ട് മാറും. അപ്പം അങ്ങനെ അത് സഭയ്ക്ക് ഒരു വാതിലായിട്ട് ആയിത്തീരുന്നു. മറ്റനേകരെ കർത്താവിലേക്ക്, ഈ സഭയിലേക്ക് നയിക്കുന്ന വാതിലായിട്ട് ആയിത്തീരുന്ന കാര്യം. അത് വെളിപാട് 21-21 12 ഗോപുരവും, ഗോപുരം എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഗോപുരം എന്നുള്ള വാക്ക് ഗേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഗോപുരം എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒരു വലിയ കാര്യമായിട്ട്, വലിയ ഗേറ്റിനാണ് ഗോപുരം എന്ന് പറയുന്നത്.
അപ്പൊ അതാ നമ്മൾ വെളിപാട് 21-ലെ 12 ഗേറ്റ്സ് വിത്ത് 12 പേൾസ്. ഈ പേൾ ഉള്ളിടത്താണ് ഒരു ഗേറ്റ് ആയിട്ടായിത്തീരുന്നത് മറ്റനേകരെ കർത്താവിലേക്ക് നയിക്കുന്ന ഒരു പേളായിട്ട് ആയിത്തീരുന്ന എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഈ പേൾസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ്, ഈ ക്രൂശിന്റെ വഴിയിലൂടെ കർത്താവിന്റെ സ്വഭാവം പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ്. ആ ദൈവതേജസ്സത്തിനെ പ്രകാശിപ്പിച്ചു എന്നും കുഞ്ഞാടതിന്റെ വിളക്കാണെന്നൊക്കെ 23-ാമത്തെ വാക്യത്തിലെ വെളിപാട് 21-23 അത് അനേകർക്ക് പ്രകാശമാകുന്ന കാര്യം. നിത്യതയിൽ ഇന്ന് അത് അനേകർക്ക്, ജാതികൾക്ക് അത് പ്രകാശമായി തീരുന്നു. നിത്യതയിലും അത് അതിന്റെ തേജസ് അതുപോലെ അത് ഒരു മാതൃകയായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തുടർന്ന് വായിക്കുന്നു. പിന്നെ 22-ാം അധ്യായം എന്ന് പറയുമ്പോൾ വെളിപാട് 22 എന്ന് പറയുമ്പോൾ ബൈബിളിലെ ഏറ്റവും അവസാനത്തെ അധ്യായം, ലാസ്റ്റ് ചാപ്റ്റർ. അവിടെ സിംഹാസനം, എവിടെ സിംഹാസനം? അവിടെ സ്വർഗത്തിലുള്ള സിംഹാസനം. സിംഹാസനത്തിൽ നിന്നാണ് ജീവജല നദികൾ ഒഴുകുന്നത്. അവിടെ പിതാവും പുത്രനും എവിടെ സിംഹാസനസ്ഥരായിരിക്കുന്നു അവിടെ നിന്നാണ് ജീവന്റെ ജലനദികൾ ഒഴുകുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിലും പിതാവും പുത്രനും നമ്മുടെ ജീവിതത്തിന് സർവാധികാരവും നമ്മൾ നൽകുകയാണെങ്കിൽ, കർത്താവേ എൻ്റെ ഇഷ്ടമൊന്നും എൻ്റെ ജീവിതത്തിൽ വേണ്ട, അവിടുത്തെ ഇഷ്ടം മാത്രം, അങ്ങയെ ഞാൻ സിംഹാസനസ്ഥനാക്കുന്നുവെന്ന് പിതാവിനോട്, യേശുവിനോട് നമ്മൾ പറയുമ്പം, കർത്താവേ എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടമെന്ന് പറഞ്ഞ് നമ്മെ തന്നെ താഴ്ത്തി ഒരു പൂജ്യമായിട്ട് കർത്താവിനെ ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ്, ആ സിംഹാസനത്തിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നമ്മളുടെ ജീവിതത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് ഒഴുകും എന്ന് പറഞ്ഞാൽ ആ സ്വർഗത്തിൽ നിന്നുള്ള പരിശുദ്ധാത്മാവിന്റെ നദി അങ്ങനെയുള്ള ഒരു സിംഹാസനത്തെങ്കിലേക്ക് ഒഴുകി അത് നമ്മളിൽ നിന്ന് നിത്യജീവന നദികളായിട്ട് അനേകർക്ക് അത് അനുഗ്രഹമായിരിക്കും. നമ്മൾ പറയുന്ന വാക്കുകൾ, നമ്മളുടെ ചെയ്തികളൊക്കെ അത് അനേകർക്ക് അതൊരു ക്രിസ്തുവിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളായിട്ടായിത്തീരും. നമ്മുടെ ജീവിതത്തിൽ നിന്ന് അത് ആ നദി പോകുന്നിടത്തേക്കും ജീവൻ ഉണ്ടാകും. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു? യെഹെസ്കേൽ 47-ാം അധ്യായം നമ്മൾ പലതവണ ചിന്തിച്ചായിരുന്നു. അതിനകത്ത് അങ്ങനെ ചില വാക്യങ്ങളുണ്ട്. യെഹെസ്കേൽ 47-ല് എസെക്കിയേൽ അല്ലെങ്കിൽ യെഹെസ്കേൽ 47-ാം അധ്യായത്തില് ഈ ജീവജല നദികളുടെ കാര്യം അവിടെ പറയുന്നേ. മുട്ടോളമല്ല, അരയോളമല്ല, ഒരു 500 മീറ്ററോളം മുമ്പോട്ട് ചെല്ലുന്തോറും ഇതിന്റെ ലെവല് കൂടിക്കൊണ്ട് വരിക. അത് അതിവിശുദ്ധ സ്ഥലത്ത് എത്തുന്ന ഒരു പ്രതീതി എപ്പോഴാന്ന് വെച്ചാൽ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്തൊരു അവസ്ഥ. അവിടെ ഇങ്ങനെ കണങ്കാല് വരെ എന്ന് പറയുമ്പോൾ ഒരു പ്രാകാരത്തിന്റെ ലെവല്, ദേഹത്തിന്റെ ലെവല്, പിന്നെ ദേഹിയുടെ ലെവൽ എന്ന് പറയുന്നതാണ് മുട്ടോളം എത്തി ഈവൻ അങ്ങ് തിരശ്ശീലയ്ക്ക് തൊട്ട് മുമ്പ് വരെ എത്തി. എവിടെ? അരയോളം എത്തി, തിരശ്ശീലയ്ക്ക് തൊട്ട് മുമ്പ് വരെ എത്തി. എന്നാൽ തിരശ്ശീല അങ്ങ് താണ്ടി, തിരശ്ശീല എന്ന് പറയുമ്പോൾ ജഡമാകുന്ന തിരശ്ശീല, നമ്മുടെ എബ്രായർ 10-19-20 വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. ജഡം, സ്വന്തം ഇഷ്ടമാകുന്ന ആ തിരശ്ശീല എവിടെ ചിന്തപ്പെടുന്നോ അപ്പോഴേ കർത്താവ് എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം എന്ന് നമ്മൾ പത്രോസിനോട് കർത്താവ് പറയുന്നത്, നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടങ്ങളിലേക്ക് ഞാൻ നിന്നെ നയിക്കും, നീ രണ്ട് കൈ നീട്ടി അങ്ങ് ഇരുന്നാൽ മതി, അപ്പം എനിക്ക് ഇഷ്ടമില്ലാത്ത ഇടങ്ങളിലേക്ക് നയിക്കും എന്ന് പറയും. കർത്താവ് എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം പോലെ പരിപൂർണമായിട്ട് ആയി തീരട്ടെ എന്ന് പറയുമ്പോഴാണ് അവിടെ ഫീറ്റ് ഓഫ് ദ ഗ്രൗണ്ട്, കാല് തന്നെ നിലത്തിൽ നിന്ന് അങ്ങ് മേലെ പോകുന്നു, നമ്മളെ പരിശുദ്ധാത്മാവിന്റെ ഒഴുക്കിലോട്ട് അങ്ങ് ആയിത്തീരുന്നു. അതാണ് അതിവിശുദ്ധ സ്ഥലത്തേക്ക് നീന്തിയിട്ടല്ലാതെ കിടപ്പാൻ വയ്യാത്ത ആ ഒരു അവസ്ഥ. അത് ഈ അത് റിവർ ദാറ്റ് കുഡ് നോട്ട് ബി ഫോർഡഡ്, കടക്കുവാൻ വയ്യാത്ത ഒരു നദിയായി തീർന്നു. 5-ാമത്തെ വാക്യം. അത് കഴിഞ്ഞിട്ട് 6-ാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നത്? അവൻ എന്നോട്, മനുഷ്യപുത്ര കണ്ടുപോ എന്ന് ചോദിച്ചു. പിന്നെ അവൻ എന്നെ നദീതീരത്ത് മടങ്ങി ചെല്ലുവാൻ ഇടയാക്കി. ആ നദീതീരത്ത് ഈ നദിയുടെ ഇൻഫ്ലുവൻസ് എങ്ങനെയുണ്ട്, നദിയുടെ സ്വാധീനം, നമ്മളിൽ നിന്ന് ഒഴുകുന്ന ജീവജല നദികൾ എന്തായിത്തീരുന്നു മറ്റുള്ളവർക്ക്, നമ്മളെ തൊട്ട് നടക്കുന്നവർക്ക് എന്തായിത്തീരുന്നു? അത് നമ്മൾ 8-ാമത്തെ വാക്യം. അപ്പോൾ അവൻ എന്നോട് അരുളി ചെയ്തത്, ഈ വെള്ളം കിഴക്കേ ഗലീലയിലേക്ക് പുറപ്പെട്ട് അരാബിയയിലേക്ക് ഒഴുകി കടലിൽ വീഴുന്നു. ഒഴുകി ചെന്ന് വെള്ളം കടലിൽ വീണിട്ട് അതിലെ വെള്ളം എന്തായി തീരും? പഥ്യമായി തീരും. എന്ന് പറഞ്ഞാൽ ദ വാട്ടേഴ്സ് ഓഫ് ദ സീ ബിക്കം ഫ്രഷ്. ഈ ജീവന്റെ നദി ഒഴുകുന്നിടത്തൊക്കെ ഒരു ഫ്രഷ്നെസ് ഉണ്ട്. നമ്മളെ മറ്റുള്ള ഇടങ്ങളിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ അവിടെ ഒരു എന്താ, നമ്മൾ മറ്റുള്ളവരെ സ്നേഹത്തോടെ നിസ്വാർത്ഥതയോടെ നമ്മളവരെ കണ്ടുമുട്ടുകയും അവരെ ഉത്സാഹിപ്പിക്കുകയും മറ്റുള്ളവർക്കൊരു നന്മ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ചെല്ലുന്നിടത്തൊക്കെയും എന്താ, ഈ നദി ആ കടലിലെ വെള്ളത്തെ എന്താക്കി തീർക്കും? കടലിൽ വീണിട്ട് അതിലെ വെള്ളം പഥ്യമായി തീരും. ദ വാട്ടേഴ്സ് ഓഫ് ദ സീ ബിക്കം ഫ്രഷ്. മറ്റുള്ളവർക്കൊരു എൻകറേജ്മെന്റ്. ആ ഒരു സഹോദരൻ, ആ ഒരു സഹോദരി വന്നു പോയപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു കാറ്റടിച്ച കണക്കൊരു സന്തോഷമായിരുന്നു. എത്ര ഒരു സമാധാനത്തിന്റെ വാക്കുകൾ, എത്ര ഒരു നിസ്വാർത്ഥത, ഒരു പൊങ്ങച്ചവും വലിയ ഭാവമൊന്നും ഇല്ലാതെ
ആ താഴ്മയുടെ ആ ഒരു കർത്താവിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ, കർത്താവിൻ്റെ ഒരു കരുണയുടെ സ്വരം, കർത്താവിൻ്റെ ഒരു സന്തോഷം, ഒരു സ്വർഗത്തിൻ്റെ എന്തോ ഒരു കാറ്റടിച്ചതുപോലെ അത് മറ്റുള്ളവർക്കും ഒരു ഫ്രഷ്നെസ്സിലേക്ക് നയിക്കും. മറ്റുള്ളവരെ അത് അങ്ങ് വല്ല നിരാശയിലും പ്രയാസത്തിലും അകപ്പെട്ടിരിക്കുന്നവർ ചിലപ്പം ചില കാര്യങ്ങൾ വലിയ കാർക്കശ്യത്തോടായിരിക്കും, വലിയ സ്ട്രോങ് ആയിട്ടായിരിക്കും പറയുന്നത്, പക്ഷേ അവർക്ക് ജീവനായിട്ട് തീരും. ഓ, ഇപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ കത്തിയത് എന്ന് പറഞ്ഞ ഒരു ഫ്രഷ് ആയി തീരും. ദൈവത്തെങ്കിലേക്കുള്ളൊരു ഫ്രഷ്നെസ്, എവിടെ ഫ്രഷ്നെസ് ഉള്ളതെന്ന് വെച്ചാൽ അതിവിശുദ്ധ സ്ഥലത്താണ് മഞ്ഞ എപ്പോഴും ഫ്രഷ് ആയിട്ടിരുന്നതെന്നൊക്കെ നമ്മൾ പുറപ്പാട് 16-ാം അധ്യായത്തിന് അവസാനത്തെ വാക്യത്തിലൊക്കെ വായിക്കുന്നുണ്ട്. അപ്പം 9-ാമത്തെ വാക്യം, എന്നാൽ ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെ ഈ ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഇറ്റ് വിൽ കം അബൌട്ട് ദാറ്റ് എവറി ലിവിംഗ് ക്രീച്ചർ വിച്ച് സ്വാംസ് ഇൻ എവറി പ്ലേസ് വെർ ദ റിവർ ഗോസ് വിൽ ലിവ്. ചെല്ലുന്നിടത്തൊക്കെ മറ്റുള്ളവർക്ക് ജീവൻ നൽകും. എല്ലാവരും രക്ഷിക്കപ്പെടുന്നില്ല, കർത്താവ് എന്നപ്പോൾ പോലും എല്ലാവരും രക്ഷിക്കപ്പെട്ടില്ല. എന്നാൽ അവർക്ക് ജീവന്റെ ഒരു ഒഴുക്ക് കിട്ടും. അവർ പിന്നെ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നതനുസരിച്ചിരിക്കും. ചിലർ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നവർക്ക് ജീവൻ ലഭിക്കും, നെഗറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നവർ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ താഴോട്ട് 11-ാമത്തെ വാക്യത്തിലൊക്കെ വായിക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ വരുവാ. അപ്പം മറ്റുള്ളവർക്കൊരു ഉത്സാഹം, സന്തോഷം, പ്രോത്സാഹനം, ഒരു സന്തോഷം, ഒരു എൻകറേജ്മെന്റ്. ന്യൂ ഇയർ സാക്ബാൻ്റെ ന്യൂ ഇയർ മെസ്സേജ് അവിടെ തമിഴ്നാട് ചർച്ചസിലുള്ള ഒരു ന്യൂ ഇയർ മെസ്സേജിൽ വേറെ പറയുന്നത്, യൂസ് യുവർ ടങ് എവറി ഡേ ടു എൻകറേജ് അതേഴ്സ്. എല്ലാ ദിവസവും നിങ്ങളുടെ നാവ് മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുക. എൻകറേജ് വൺ അനദർ ഡേ ആഫ്റ്റർ എൻകറേജ് വൺ അനദർ ഡെയിലി ആസ് ലോങ് ആസ് ഇറ്റ് ഈസ് കോൾഡ് ടുഡേ. ഇന്ന് എന്നൊരു നാളുള്ളിടത്തോളം നിങ്ങൾ തമ്മിൽ ഉത്സാഹിപ്പിക്കുവിൻ, പ്രബോധിപ്പിക്കുവിൻ എന്നുള്ള പാരാക്കേലിയോ എന്നുള്ള വാക്കിന് കുറച്ചുകൂടെ കറക്റ്റായിട്ടുള്ള, കുറച്ചുകൂടെ അവിടെ ആപ്റ്റായിട്ടുള്ള ട്രാൻസ്ലേഷൻ ഉത്സാഹിപ്പിക്കുവിൻ, പ്രോത്സാഹിപ്പിക്കുവിൻ, എൻകറേജ് ചെയ്യുവിൻ. നമ്മളുടെ വീട്ടിലുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ അപ്പനമ്മമാരെ, നമ്മളുടെ ഭാര്യയെ, ഭർത്താവിനെ, നമ്മളുടെ സഹോദരങ്ങളെ, കൂട്ടു സഹോദരങ്ങളെ, അയൽവക്കത്തുള്ളവര്, നമ്മളെ ജോലി സ്ഥലത്തുള്ളവര്, നമ്മളുടെ ഒരു പുഞ്ചിരി, നമ്മളുടെ ഒരു സന്തോഷത്തോടെയുള്ള ഒരു പെരുമാറ്റം, നമ്മളെ ഒരു ബഹുമാനത്തോടെയുള്ള ഒരു ഇടപെടല്, അത് മറ്റുള്ളവർക്ക് ഉത്സാഹമായിരിക്കും. നമ്മൾ സന്തോഷത്തോടെ തന്നെ ഇരിക്കുമ്പോൾ തന്നെ ആനന്ദ തൈലത്താൽ അഭിഷിക്തനായിട്ട് കർത്താവ് ഭൂമിയിൽ ജീവിച്ചതെന്നാണ് എബ്രായർ 1-ന്റെ 9-ാമത്തെ വാക്യം 45-ാം സങ്കീർത്തനത്തിൽ നിന്ന് കോട്ട് ചെയ്തുകൊണ്ട് പറയുന്നത്. ഹി വാസ് അനോയിന്റഡ് വിത്ത് ഓയിൽ ഓഫ് ഗ്ലാഡ്നെസ്. ആ ഒരു സന്തോഷം ഉള്ള ഒരു മുഖം കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു സന്തോഷം. ആരോ പണ്ട് അമേരിക്കയിലെ മറ്റു ആത്മഹത്യാക്കുറിപ്പിൽ ആരോ എഴുതി വെച്ചു, ഞാൻ പോകുന്ന വഴിയിൽ ആരെങ്കിലും എന്നോട് ഒരു ചിരിച്ച മുഖം ഉണ്ടെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ പുള്ളിക്കാരത്തേക്ക് ആർക്കും അത് കാണാൻ പറ്റിയില്ല എന്നുള്ള രീതിയിൽ ചില ആ ഒരു, നമ്മളിപ്പോൾ എല്ലാവരോടും ചെന്നങ്ങ് ചിരിക്കണമെന്നല്ല, എന്നാൽ ഒരു ദൈവത്തിലുള്ളൊരു സന്തോഷം, ഒരു പ്രസരിപ്പ്, ഒരു സന്തോഷം, ഒരു ചിയർഫുൾ ഫേസ്, അങ്ങനെ എന്തോ ഈ ഇങ്ങനെ ഭയങ്കര കോപത്തോട്, ഭയങ്കര ഈ ലോകത്തിന്റെ ഭാരമെല്ലാം ഞാൻ ചുമക്കുന്ന ആളാണെന്നുള്ള രീതിയിൽ വലിയൊരു ഉഗ്രഭാവത്തോടെ ഇരുന്ന ആൾക്കാരെ പേടിപ്പിക്കാതെ ആർക്കും കർത്താവിൻ്റെ അടുക്കിലേക്ക് ആർക്കും അങ്ങ് ഫ്രീ ആയിട്ട് അങ്ങ് ചെല്ലാൻ പറ്റുമായിരുന്നു. എന്താ നമ്മളത് ലൂക്കോസ് 15-ന്റെ 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, പാപികളും ചുങ്കക്കാരുമായി കർത്താവിൻ്റെ അരികെ വന്നു. കർത്താവിന് ദൂരത്ത് മാറിയുന്നു. ഈ കർത്താവ് ഇപ്പോഴും കർത്താവ് മൂഡ് സ്വിങ് എന്തെങ്കിലും ഉണ്ടും, കർത്താവ് മൂഡ് ഓഫ് ആയിട്ടിരിക്കുവാണ്, ഇപ്പോൾ പൊട്ടിത്തെറിക്കുമോ എന്ന് വിചാരിച്ചല്ല. അവരെല്ലാം കൂടെ വളരെ ദേ ഫെൽ ഫ്രീ ടു ഇന്ററാക്ട് ക്ലോസ്ലി വിത്ത് ജീസസ്. കർത്താവിൻ്റെ ഇടക്കിലേക്ക് എന്നങ്ങ് ഇറങ്ങി തൊട്ടുരുമിയിരിക്കാനുള്ളൊരു ഫ്രീഡം ഉണ്ടായിരുന്നു. അവർ സമൂഹത്തിൽ ആരും അവരെ ചേർക്കത്തില്ലായിരുന്നു. എന്നാൽ കർത്താവിന് അടുക്ക അവർ ഫെൽ സോ ഫ്രീ. കർത്താവിന് ഒരു ആത്മീയ പരിവേഷമൊക്കെ ആയിട്ട് ഇങ്ങനെ വലിയ ഹാരോ ഒക്കെ വെച്ച്, ഞാൻ വലിയ വിശുദ്ധനായ മനുഷ്യനാണ്, നിങ്ങളെ അങ്ങനെ പരീക്ഷന്മാരുടെ ഇത്. പക്ഷെ കർത്താവ് വളരെ നാച്ചുറൽ ആയിരുന്നു. എന്തോ ഒരു ആത്മീയ പരിവേഷത്തിനൊരു ഭാവമോ അതിൻ്റെതായ ഒരു പയസ് സംസാര ശൈലിയൊന്നുമില്ല. നാച്ചുറലായിട്ട് സാധാരണ പോലെ കർത്താവ് ഇങ്ങനെ ചിരിക്കും, സംസാരിക്കും എല്ലാവരോടും അങ്ങനെ. അപ്പം അതാ ചെല്ലുന്നിടത്തൊക്കെ അതങ്ങ് ബാക്കിയുള്ളവരെയും കൂടെ ഫ്രഷ് ആക്കും, പഥ്യമായി തീരും. ചെല്ലുന്നിടത്തൊക്കെയും എല്ലാം ജീവിക്കും. അതാ പ്രാണികളൊക്കെ ജീവിച്ചിരിക്കും. 9-ാമത്തെ വാക്യം നമ്മളിപ്പോൾ എവിടെ ഉള്ളത്? എഹെസ്കേൽ 47-ന്റെ 9-ാമത്തെ വാക്യം നമ്മളിത് വായിക്കുമ്പോൾ ഇതെന്തൊക്കെ എഴുതി വെച്ചേക്കുന്നുള്ള കർത്താവ്, മറിച്ച് എൻ്റെ ജീവിതത്തിൽ ഈ ജീവജല നദികൾ വേണം കർത്താവേ. എൻ്റെ ജീവിതത്തിലൂടെ ഈ ജീവജല നദികൾ അനേകരിലേക്ക് ഒഴുകുകയും ഞാൻ ആരെയൊക്കെ കണ്ടുമുട്ടുന്നോ അതിലേക്കെല്ലാം കർത്താവ് ഈ ജീവജല നദികൾ ഒഴുകാനും മറ്റുള്ളവർക്ക് അത് ജീവൻ നൽകാനും, നമ്മളുടെ മഹത്വത്തിന് വേണ്ടി ഈ സഹോദരൻ ഏറ്റവും നല്ല ആത്മീയ സഹോദരന് പേര് കിട്ടാൻ വേണ്ടിയില്ല. അത് സ്വാർത്ഥതയാണ്, അത് ജഡമാണ്. എന്നാൽ മറിച്ച് മറ്റുള്ളവർ കർത്താവിലേക്ക്, യേശുവിനെ മറ്റുള്ളവർക്ക് കാണാനും, കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ കാരുണ്യം, കർത്താവിൻ്റെ സൗമ്യത, കർത്താവിൻ്റെ നിർമ്മലത, നിസ്വാർത്ഥത, താഴ്മ, അത് മറ്റുള്ളവർക്ക് വിവരിച്ചറിഞ്ഞാൽ കർത്താവിലേക്ക് ആരെങ്കിലും രക്ഷിക്കപ്പെടുവാണെങ്കിൽ കർത്താവെ അത് മതി.
ആ കർത്താവിനെ നാം മുഹത്തപ്പെടാനായിട്ട് കർത്താവ് എന്നിലും ഈ ഒരു പ്രവൃത്തി ചെയ്യണം. എൻ്റെ അടുക്കിലേക്ക് വരുന്നവർക്ക് ഒരു ജീവന്റെ കണികകൾ കിട്ടണം. അവർക്ക് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കുന്ന വാക്കുകൾ പറയണം. അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് എരിച്ചിലുണ്ടാക്കുന്ന വാക്കുകളല്ല, മറിച്ച് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കുന്ന വാക്കുകൾ പറയണമെന്ന് എഫേസ്യർ 4:29 വാക്യത്തിൽ വായിക്കുന്ന കർത്താവിൻ്റെ ലാവണ്യ വാക്കുകൾ, വേർഡ്സ് ഓഫ് ഗ്രേസ്, കാരിസ്, ലോഗോസ് എന്നൊക്കെയാണ് നമ്മളവിടെ ലൂക്കോസ് 4:22 നമ്മൾ വായിച്ച് നസ്രയത്തിലെ കർത്താവ് സംസാരിച്ചപ്പോൾ ലാവണ്യ വാക്കുകൾ അല്ലെങ്കിൽ കൃപയുള്ള വാക്കുകളിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന വാക്കുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ 9 വാക്യത്തിൽ ഈ വെള്ളം ഇങ്ങനെ ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യം ഉണ്ടാകും. അവിടെ ജീവൻ ഉണ്ടാകുന്നു. അവിടെ അത് ഇങ്ങനെ മറ്റുള്ളവർക്ക് ഒരു ജീവനിലേക്ക് നയിക്കുന്നു. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും അത് പഥ്യമായി തീർത്തിട്ട് സകലവും ജീവിക്കും. എവറിത്തിങ് വിൽ ലീവ് വേർ ദ റിവർ ഗോസ്. എത്ര അതാ എബ്രഹാമിന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞത്. ഞാൻ എന്ത് ഈ പറയുന്നത്, ഞാൻ വെളിപാട് പുസ്തകത്തിൽ നിന്ന് ഈ സഹോദരൻ എഹെസ്കേലിലോട്ട് പോയി എന്തിനാന്ന് ചോദിച്ചാൽ, വെളിപാട് പുസ്തകത്തിൽ 22 അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ നമ്മൾ എന്താ കാണുന്നത്? ജീവജലത്തിന്റെ നദികൾ. ആ ജീവജലത്തിന്റെ നദികളെ കുറിച്ച് നമ്മൾ ഈ പറഞ്ഞു വരുന്നേ. അപ്പൊ ആ ജീവജലത്തിന്റെ നദികൾ കർത്താവേ, അത് പരിശുദ്ധാത്മാവാണ് ജീവജലത്തിന്റെ നദികൾ എന്നൊക്കെ കർത്താവ് തന്നെ യോഹന്നാൻ 7:37, 38, 39 വാക്യങ്ങളിൽ ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വന്ന് കുടിക്കൂ എന്ന് പറയുമ്പോൾ അത് ജീവജലത്തിന്റെ നദികൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം തന്നെ അവിടെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് യോഹന്നാൻ 7:39 എഴുതി വെച്ചിട്ടുള്ള കാര്യമൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള വാക്യമാണ്. അപ്പം കർത്താവേ, ഈ ഒരു ആത്മാവിനെ എനിക്ക് അധികമായിട്ട് വേണം. എബ്രഹാമിന്റെ അനുഗ്രഹം പരിശുദ്ധാത്മാവിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നതെന്നൊക്കെ ഗലാത്യർ 3:13 ഉണ്ട്. ആ വാക്യത്തിലൊക്കെ നമ്മളിപ്പം വരും. അതിൻ്റെ നമ്മൾ ഈ വെളിപാട് പുസ്തകത്തിന് തന്നെ 3-ാമത്തെ വാക്യത്തിൽ ശാപത്തിന്റെ കാര്യങ്ങളൊക്കെ വായിക്കും. ആ ഗലാത്യർ 3:13 നമ്മൾ റെഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ വരും. അപ്പോൾ ആ പരിശുദ്ധാത്മാവിലൂടെയാണ് എബ്രഹാമിന്റെ അനുഗ്രഹം. എന്തായിരുന്നു? ഐ വിൽ ബ്ലസ് യു ആൻഡ് യു വിൽ ബി ബ്ലെസ്സിങ്. ചുരുക്കം പറഞ്ഞാൽ എന്താ അതിൻ്റെ ആ ക്രക്സ് എന്താ? എവിടെ പറയുന്നത് എബ്രഹാമിന്റെ അനുഗ്രഹം? ജെനസിസ് 12:1-3. ഉൽപ്പത്തി, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഉൽപ്പത്തി 12-ാം അധ്യായം 12 എന്നുള്ള വാക്ക് ഓർക്കാനുള്ള പോലെ 12 ട്രൈബ്സ്, 12 എന്നുള്ള പിന്നെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ എപ്പോഴും വായിക്കാറുണ്ട്. അപ്പം ജെനസിസ് 12:1-3 എബ്രഹാമിനോട് ദൈവം പറയുന്നത് എന്താ? കാണുവാനിരിക്കുന്ന ദേശത്തേക്ക് നീ പുറപ്പെടുക. ഐ വിൽ ബ്ലസ് യു ആൻഡ് യു വിൽ ബി എ ബ്ലെസ്സിങ്. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്ന ഈ ഒരു അനുഗ്രഹമായി തീരും. ആ എബ്രഹാമിന്റെ അനുഗ്രഹം ഇന്ന് ജാതികളായിട്ടുള്ള നമ്മൾക്ക് പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കുന്നു എന്നാണ് ഗലാത്യർ 3:13 വായിക്കുന്നത്. വെച്ചാൽ പരിശുദ്ധാത്മാവ്, ഈ ജീവജലത്തിന്റെ നദികൾ നമ്മളിലേക്ക് വന്ന് നിറയുമ്പോൾ നമ്മുടെ കാണുന്നവർക്ക്, കേൾക്കുന്നവർക്ക്, നമ്മളോട് ഇടപെടുന്നവർക്ക് ഒരു വിഷയം നമ്മൾ പറഞ്ഞ കാര്യങ്ങളോ എഴുതിയ കാര്യങ്ങളോ ഒക്കെ എപ്പോഴെങ്കിലും ആരെങ്കിലും ഒക്കെ കാണുകയോ കേൾക്കുകയൊക്കെ ചെയ്യുന്നവർക്കൊക്കെ അതൊരു ജീവനായി തീരുന്നു. അതൊരു വലിയൊരു ഉത്സാഹത്തിന് കാരണമായി തീരുന്നു. അപ്പൊ അതാ എബ്രഹാമിന്റെ അനുഗ്രഹം. അതായത് ഭൂമിയിലുള്ള സകല കുടുംബങ്ങളും നിന്നാൽ അനുഗ്രഹിക്കപ്പെടുമെന്നാണ് എബ്രഹാമിനോട് പറഞ്ഞിരിക്കുന്നത്. നമ്മളത് ഭൗതികമായിട്ടുള്ള ഇസ്രായേലില്, എബ്രഹാമിന്റെ സന്തതികളായിട്ടുള്ള ഇസ്രായേലിലൂടെ ഭൂമിയിലുള്ള എല്ലാവരും ഇന്നത്തെ ഒത്തിരി മൊബൈൽ ടെക്നോളജിയും ബാക്കി ഒത്തിരി ഇന്റർനെറ്റിന്റെ പല പല കാര്യങ്ങളും ഒക്കെ ഇസ്രായേൽ യഹൂദന്മാരിലൂടെ സങ്കീർത്തനത്തിൽ ഒരു പോസ്, അതാണ് സേല. അപ്പൊ നമുക്കൊരു നമ്മൾ കേട്ടോണ്ടിരുന്ന എന്താ, ആ ജീവജലത്തിന്റെ നദികൾ അത് എബ്രഹാമിന്റെ ഭൗതിക സന്തതികളായിട്ടുള്ള ഇസ്രായേലിലൂടെയാണ്, ഇന്ന് ഇസ്രായേൽ രാഷ്ട്രത്തിലെ യഹൂദന്മാരിലൂടെയാണ് പല പല എനിക്കത് എൻ്റെ ലിസ്റ്റ് എടുക്കാൻ ഇപ്പം റെഡി ആയിട്ടില്ല. വെച്ചാൽ ഞാൻ ഇങ്ങനെ നമ്മളെ നെറ്റിലെ ഇൻ്റർനെറ്റിലും വാട്സപ്പിലും ഒക്കെ യഹൂദന്മാരിലൂടെ ഉള്ള ആ ഒരു ഇന്ന് നമ്മൾ, എനിക്ക് തോന്നുന്നു വാട്സപ്പ് ഇൻക്ലൂഡിങ് ആണെന്ന് തോന്നുന്നു. അതുപോലെ ഒത്തിരി ഇന്റർനെറ്റിന്റെ നമ്മളെപ്പോഴും ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന ഒത്തിരി ആധുനിക ടെക്നോളജിയൊക്കെ ഇസ്രായേൽ യഹൂദന്മാരെ കണ്ടുപിടിച്ചെന്നുള്ള രീതിയിലേ. അപ്പം ആ ഒരു ഭൗതികമായിട്ടുള്ള അർത്ഥത്തിൽ എബ്രഹാമിന്റെ സന്തതിയിലൂടെ ഈ ഭൂമിയിലുള്ള എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നുണ്ട് ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ, ഭൗതിക അർത്ഥത്തിൽ തന്നെ. പിന്നെ ഓഫ്കോഴ്സ് നമ്മൾ ആത്മീയ സന്തതികളാണ്. അപ്പം ആത്മീയമായിട്ട് ഉള്ള ഒരു അനുഗ്രഹമാണ് നമ്മളിലൂടെ ഉള്ളത്. അപ്പം ആ ഒരു ആത്മീയമുള്ള ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ കർത്താവിലേക്ക് ഒരാൾ തിരിയുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. കർത്താവിനെ പോലെ ആയിത്തീരുന്നതാണ് അനുഗ്രഹം. അവർ രക്ഷിക്കപ്പെടുന്നതും കർത്താവിൻ്റെ കാന്തയായിട്ട് ശിഷ്യരായിട്ട് തീരുന്നതൊക്കെയാണ് ഏറ്റവും വലിയ അനുഗ്രഹം, കർത്താവിൻ്റെ ദിവ്യസ്വഭാവത്തിന് പങ്കാളികളാവുന്ന കാര്യം. അപ്പം നമ്മുടെ ജീവിതത്തിലൂടെ അങ്ങനെ അനുഗ്രഹം, മറ്റുള്ളവർക്കൊരു ജീവൻ ഉണ്ടാകണം. ഇബ്രാഹിമിന്റെ അനുഗ്രഹം പോകുന്നിടത്തൊക്കെയും എല്ലാം ജീവിക്കും എന്നുള്ള കാര്യമൊക്കെ നമ്മളിപ്പോൾ 9-ാമത്തെ വാക്യത്തിൽ വായിച്ചു. പിന്നെ 10-ാമത്തെ വാക്യം, അതിൻ്റെ കരയിൽ ഏൻഗതി മുതൽ ഏൻ എഗ്ലയും വരെ മീൻ പിടിക്കാൻ നിന്ന് വല വീശും. ഫിഷർമാൻ വിൽ സ്റ്റാൻഡ് ബിസൈഡ്. അതുപോലെ അങ്ങ് ചാകരയായിരിക്കും.
അതിലെ മത്സ്യം മഹാസമുദ്രത്തിലെ മത്സ്യം പോലെ വിവിധ ജാതിയായ അസംഖ്യമായിരിക്കും. അതുപോലെ ഒരു പ്രോസ്പെറിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഭൗതികമായ പ്രോസ്പെറിറ്റി അല്ല. ഭൗതികമായ പ്രോസ്പെറിറ്റി ഒക്കെ നമുക്ക് വേണ്ടുന്ന പ്രോസ്പെറിറ്റി ഒക്കെ കർത്താവ് തന്നോളും, വേണ്ടുന്നതൊക്കെയും കർത്താവ് കൂടെ തന്നോളും, വേണ്ടുന്നതൊക്കെ തരും എന്നുള്ള കാര്യം മത്തായി 6:33 നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുമെന്നും ഫിലിപ്പിയർ 4:19 ഒക്കെ ഉള്ള വാക്യങ്ങൾ നമുക്കറിയാം. അതാണ് പുതിയ നിയമത്തിലെ പ്രോസ്പെറിറ്റി. എന്നാൽ ആത്മീയമായ പ്രോസ്പെരിറ്റി, ആത്മീയമായ ആ ഒരു സമൃദ്ധി, അതാണ് ഏറ്റവും സമൃദ്ധമായ ജീവൻ. മറ്റനേകർക്ക് അത് നമ്മളെ കൂടുതൽ കൂടുതൽ ആൾക്കാർക്ക് അത് അനുഗ്രഹമായിട്ടായിത്തീരും. നമ്മുടെ ബന്ധുക്കളുടെ ഇടയിൽ, നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ, നമ്മളുടെ കൊളീഗ്സ്, സഹപ്രവർത്തകരുടെ ഇടയിൽ ഒക്കെ നമ്മളൊരു അനുഗ്രഹമായിട്ടായിത്തീരുന്നു. അതാ എന്താ നമ്മളിവിടെ വായിക്കുന്നത്, മത്സ്യം പോലെ വിവിധ ജാതിയെ അസംഖ്യമായിരിക്കും, 10ാമത്തെ വാക്യം. എന്നാൽ അവിടെ ഒരു എന്നാലുണ്ട്. എന്താ? എല്ലാവർക്കും അനുഗ്രഹമായിരിക്കും എന്നാൽ അപ്പോൾ എല്ലാവരും അങ്ങനെ രക്ഷിക്കപ്പെടുമെന്നാണോ? ഇല്ല, ജീവനിലേക്ക് എത്തുന്നവർ വളരെ ചുരുക്കമാണ് എന്നുള്ള കാര്യം, അതിൽ ആ വഴി കണ്ടെത്തുന്നവർ വളരെ ചുരുക്കമാണ്. ഇഫ് യു വിൽ ഫൈൻഡ് ഇറ്റ് എന്നാണ് ഇവിടെ മത്തായി 7:13-14 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. അതാ, എന്നാൽ അതിൻ്റെ ചേറ്റുകണ്ടങ്ങളും കുഴിനിലങ്ങളും പഥ്യമായി വരാതെ ഉപ്പ് പഠനയ്ക്കായി വിട്ടേക്കും. സ്വാംസ് ആൻഡ് മാഷസ്. ചിലയിടത്തേക്ക് ഇത് പോകുമ്പോഴും അത് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള സൗരഭ്യവാസനയായിട്ട് മാറുന്നു. നമ്മൾ 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതായത് അത് ആ ഒരു ദാഹമുള്ളവർക്ക് ജീവനിൽ നിന്ന് ജീവനിലേക്കായി തീരും കർത്താവിൻ്റെ സൗരഭ്യം. എന്നാൽ സത്യത്തെ സ്നേഹിക്കാതെ ഇരുട്ടിൽ തന്നെ കഴിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് കൂടുതൽ ന്യായവിധിക്ക് കാരണമായി തീരും. അവർ മരണത്തിൽ നിന്ന് മരണത്തിലേക്ക് പോകും. അതാ സ്വാംസ് ആൻഡ് മാർഷസ്, ചേറ്റുകണ്ടങ്ങളും കുഴിനിലങ്ങളും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നദീതീരത്ത് ഇക്കരയും അക്കരയും തിന്നുവാൻ തക്ക ഫലങ്ങളുള്ള, ഇത് തന്നെ നമ്മളിപ്പം വായിച്ച എന്താ, വെളിപാട് പുസ്തകം 22-ന്റെ അവസാനം 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് ഈ കാര്യങ്ങളാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. എന്താ നമ്മൾ വായിക്കുന്നത് ഇവിടെ? നദീതീരത്ത് ഇക്കരയും അക്കരയും തിന്നുവാൻ തക്ക ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും. ആ ഒരു ഫലം ഉണ്ടാകും, അധികം ഫലം. നമ്മൾ കഴിഞ്ഞ ബുധനാഴ്ച ആ ഒരു ഫലം കഴിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളങ്ങ് നമ്മൾ പറഞ്ഞു. ആ ഒരു ആത്മാവിൻ്റെ ഫലം, ആ ഒരു 9 ആസ്പെക്ട്സ് ഒക്കെ നമ്മൾ പറഞ്ഞു. ലവ്, ജോയ്, പീസ്, പേഷ്യൻസ്, കൈൻഡ്നസ്, ഗുഡ്നസ്, ഫെയ്ത്ത്ഫുൾനെസ്, ജെന്റിൽനെസ്, സെൽഫ് കൺട്രോൾ. ഫെയ്ത്ത്ഫുൾനെസ്സും കൂടെ കൂട്ടുമ്പോൾ 10 അങ്ങനെ ആ ഒരു സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, പരോപകാരം, നന്മ. പരോപകാരം നന്മ ഒന്നായിട്ട് ഗുഡ്നസ് ആയിട്ടാണ് പറയുന്നത്. പേഷ്യൻസ്, കൈൻഡ്നസ്, ഗുഡ്നസ്, ദയ, നന്മ അല്ലെങ്കിൽ പരോപകാരം, പിന്നെ വിശ്വസ്തത, വിശ്വാസം, സൗമ്യത, ഇന്ദ്രിയജയം. അങ്ങനെ 9 ആസ്പെക്ട്സ് ഒക്കെ നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അത് നമ്മുടെ ജീവിതത്തിന്റെ ഫലം, പിന്നെ ആത്മാവിന്റെ, പിന്നെ ശുശ്രൂഷയുടെ ഫലം. ജീവിതത്തിന്റെ ഫലമുണ്ട്, ശുശ്രൂഷയുടെ ഫലമുണ്ട്. ജീവിതത്തിന്റെ ഫലം ഫ്രൂട്ട് ഓഫ് എ ലൈഫ്, ഫ്രൂട്ട് ഓഫ് എ മിനിസ്ട്രി. ജീവിതത്തിന്റെ ഫലം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവത്തിൽ, കർത്താവിന്റെ സ്വഭാവത്തിനോട് നമ്മൾ അനുരൂപപ്പെടുമ്പോൾ ഉള്ള ഒരു ഫലം. പിന്നെ ശുശ്രൂഷയുടെ ഫലം എന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് ബാക്കിയുള്ളവർക്ക് ഒരു ഉപകാരം വരും. ഇപ്പം നമ്മുടെ വീട്ടിലുള്ളവർക്ക്, നമ്മുടെ കൂടെയുള്ളവർക്ക്, നമ്മുടെ സഭയിലുള്ളവർക്ക്, അവിശ്വാസികൾക്ക് ഒക്കെ കർത്താവിലേക്ക് അവർക്ക് ഒരു ആകർഷണവും കർത്താവിൽ ഉറയ്ക്കാനും ഒക്കെ കാരണമാകുമ്പോൾ അതാണ് ഒരു ശുശ്രൂഷ. നമുക്ക് വലിയ എന്തോ ഒരു ലോകപ്രകാരമുള്ള വലിയൊരു ശുശ്രൂഷയൊന്നും ആയിരിക്കണം എന്നില്ല. എന്നാൽ ദൈവം നമുക്ക് ക്രിസ്തുവാകുന്ന ശരീരത്തിൽ തന്നിരിക്കുന്ന ഒരു ചെറിയ ഫംഗ്ഷൻ, അതാണ് ശുശ്രൂഷ. അതും അങ്ങനെ വളരെ ഫലം കായ്ക്കുന്ന ഒരു കാര്യം. അതാ ഈ ജീവജലത്തിൻ്റെ നദികൾ, പരിശുദ്ധാത്മാവ് ജീവജലത്തിൻ്റെ നദികളുണ്ടെങ്കിൽ ആ ഫലം കായ്ക്കാനൊക്കെ. സാപ്പ്, ആ ഒരു മുന്തിരിവള്ളിയിലെ ആ രസം ബ്രാഞ്ചസിലേക്ക്, കൊമ്പുകളിലോട്ട് ചെല്ലുമ്പോഴാണ് അവിടെ കൊമ്പുകളിൽ ഫലം കായ്ക്കുന്നത്. കൊമ്പായിട്ട് കൈകാലിട്ട് അടിച്ചുകൊണ്ട് ഫലം കായ്ക്കാനൊക്കത്തില്ല. കൊമ്പങ്ങ് മുന്തിരിവള്ളിയിൽ അങ്ങ് വസിച്ചാൽ മതി. നമ്മളതായിരുന്നു കഴിഞ്ഞ ആഴ്ച അവസാനം പറഞ്ഞുകൊണ്ടിരുന്നത്. കർത്താവിൽ അങ്ങ് വസിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജഡത്തിൽ തന്നെ അങ്ങ് വസിക്കാനാണ് നമ്മളുടെ ഒരു സ്വാഭാവികമായ ഒരു ടെൻഡൻസി. ജഡത്തിൽ തന്നെ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ സമയം ചെലവഴിക്കുന്നു, സ്വന്തം ഇഷ്ടപ്രകാരം ചിന്തിക്കുന്നു, സ്വന്തം ഇഷ്ടപ്രകാരം പണം ചെലവഴിക്കുന്നു, സ്വന്തം ഇഷ്ടപ്രകാരമുള്ള വാക്കുകൾ പറയുന്നു, സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ചെയ്തികൾ ചെയ്യുന്നു. അതൊക്കെ നമ്മൾ തന്നെ അങ്ങ് വസിക്കുക. നമ്മളുടെ ദേഹത്തിൻ്റെയൊക്കെ തലത്തിൽ അങ്ങ് വസിക്കുക. യുക്തിയുടെ തലത്തിലും ജഡികമായ തലത്തിലൊക്കെ അങ്ങ് വസിക്കുക. എന്നാൽ ആത്മാവിൽ വസിക്കുന്നതാണ് യേശുവിൽ വസിക്കുക. ആത്മാവിൽ വസിക്കണമെങ്കിൽ അത് അതിവിശുദ്ധ സ്ഥലത്താണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടു. അത് ആ ഒരു ക്രൂശിൻ്റെ വഴി. നമ്മൾ ആ ജെനസിസ്, അതായത് ഉൽപ്പത്തി 3:24 ജീവവൃക്ഷത്തിലേക്ക് വഴി കാപ്പാനായിട്ട് ആരെ നിർത്തിയിരിക്കുന്ന വായിച്ച കെരൂബുകളെ നിർത്തിയിരിക്കുന്ന കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. അതേ കാര്യം തന്നെ നമ്മൾ പുറപ്പാട് പുസ്തകത്തിലും അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള ആ തിരശ്ശീലയിലെ എന്തിൻ്റെ ചിത്രങ്ങളാണ് ആലേഖനം ചെയ്യുന്നത്?
കെരൂബുകളുടെ ചിത്രം നമ്മൾ ഇതിനു മുമ്പ് എടുത്തിട്ടുണ്ട്. യെഹെസ്കേൽ 47 നമ്മൾ ഇതങ്ങ് വായിച്ചിട്ട് ഞാൻ മറ്റേ എക്സോഡസിലേക്ക്, പുറപ്പാടിലേക്ക്, വാക്യത്തിലേക്കും പോവാം. അത് അതായത് നമ്മളിപ്പോൾ എന്താ വായിച്ച്, ഹെസ്കിൽ 47 12 വാക്യം, അക്കരെ ഇക്കരെയും തിന്നുവാൻ തക്ക ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും, അവയുടെ ഇല വാടുകയില്ല. ലീവ്സ് വിൽ നോട്ട് വിതർ. ചില ഒരു എന്തെല്ലാം യുനോ പല ഞെരുക്കങ്ങളോ നിന്ദകളോ പരിഹാസങ്ങളോ പല പ്രയാസങ്ങളോ ഉപദ്രവങ്ങളോ ഒക്കെ വരുമ്പോഴൊക്കെയും ഒരു വാട്ടമില്ല എന്ന് വെച്ചാൽ എന്താ അവിടെ സന്തോഷം കർത്താവ് അനുവദിച്ച് എന്നോട് ഇങ്ങനെ പെരുമാറാൻ ഇന്നയാളെ കർത്താവ് അനുവദിച്ചു, അതുകൊണ്ട് ദൈവമേ സ്തോത്രം. അല്ലെങ്കിൽ ഇന്ന ഒരു സാഹചര്യത്തിലൂടെ ഇന്ന ഒരു സാമ്പത്തിക നഷ്ടമായിരിക്കും, ചിലപ്പോൾ ഇന്ന ഒരു ജോലി സ്ഥലത്തുള്ള ഒരു ഞെരുക്കമായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്കൊരു നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ നടക്കുന്നു, പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങൾ നടക്കുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ അവിടെ ഇല വാടിപ്പോവാനാ ഒരു എന്താ പറയുക ഒരു സ്വാഭാവികമായ ടെൻഡൻസി, പ്രവണത എന്ന്. അവിടെ നാമ കർത്താവിലങ്ങ് വസിക്കുമ്പം ഈ ജീവരസം കൊമ്പുകളിലൂടെ പ്രവഹിക്കുമ്പോൾ അവിടെ ഇലയൊന്നും വാടത്തില്ല. വെച്ചാൽ അവിടെ റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. അവിടെ കാരാഗൃഹത്തിൽ കയ്യാമ ഇട്ട് കാലും കൈയൊക്കെ കെട്ടിയിട്ടാലും കർത്താവിൽ സന്തോഷിക്കുക. പിന്നെയും ഞാൻ പറയുന്നു, കർത്താവിൽ സന്തോഷിക്കുക എന്ന് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർ 4:4 പറഞ്ഞതുപോലെ കർത്താവിലുള്ളൊരു സന്തോഷം ശരിയാണ്. നമുക്ക് യുനോ പെട്ടെന്ന് നിരാശയോ പ്രയാസമോ ആകുല ചിന്തകളോ ഒക്കെ വരാവുന്ന യുനോ പല കാര്യങ്ങളൊക്കെ ദൈവം ജീവിതത്തിൽ അനുവദിക്കുമ്പോഴും കർത്താവിലേക്ക് നോക്കുമ്പോൾ ലോഡേഴ്സ് കൺട്രോൾ, കർത്താവ് അറിയാതെ അനുവദിക്കാനൊന്നും സംഭവിച്ചിട്ടില്ല. എല്ലാം ദൈവം കർത്താവിനെ പോലെ ആക്കി തീർക്കാൻ വേണ്ടി, എല്ലാം നന്മയ്ക്കായിട്ടാണ്. കർത്താവിന് കൃപ മതി, കഴിഞ്ഞ കൂടെ ഒന്നും കർത്താവ് അനുവദിക്കത്തില്ല. ഇതൊക്കെ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇല വാടുന്നില്ല. അവിടെ ഒരു സന്തോഷമുണ്ട്, സ്തോത്രമുണ്ട്. നന്ദി കർത്താവേ, പ്രൈസ് യു ഫാദർ, താങ്ക് യു. എല്ലാത്തിനെ കുറിച്ച് നന്ദി പറഞ്ഞു എന്നൊക്കെ, സ്തോത്രം കരയറ്റി എന്നൊക്കെ എഫേസ്യർ 5:20 നമ്മൾ വായിക്കുന്നത് പോലെ. അപ്പം അക്കരെ ഇക്കരെയൊക്കെ വൃക്ഷങ്ങളൊക്കെ അവയുടെ ഇല വാടുകയില്ല, ഫലമില്ലാതെ പോവുകയില്ല. അവിടെയും ഒരു സ്നേഹത്തിന്റെ ഫലം വരുന്നു, സന്തോഷത്തിന്റെ ഫലം, സമാധാനത്തിന്റെ ഫലം, പരോപകാരം, ദയ, വിശ്വാസം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ആ ഫലമെല്ലാം പേഷ്യൻസ്, കൈൻഡ്നെസ്, ദയ, ഗുഡ്നെസ്, പരോപകാരം, എല്ലാം ദീർഘക്ഷമ, എല്ലാ ഫലമൊക്കെ ഇങ്ങനെ കായ്ക്കുക. ഒന്നൊന്നായിട്ട് ടപ്പ് 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 എന്ന് പറഞ്ഞ് ഫലമൊക്കെ കായ്ക്കുന്നു. അത് ഫലങ്ങൾ എന്ന് പറയും. ഫലം എന്ന് അവിടെ എഴുതിയിരിക്കുന്നത് എന്താ സൂചിപ്പിക്കുക? നമ്മളൊരു ഓറഞ്ചിന്റെ 9 അല്ലി മാതിരി ചിന്തിക്കുക, അല്ലെങ്കിൽ ഒരു മുന്തിരിക്കൊല. ഇവിടെ എന്തിനാണ് എപ്പോഴും കർത്താവ് മുന്തിരിയുടെ ഉപമയാണല്ലോ പറയുന്നത്. അപ്പം മുന്തിരിക്കൊലയിലുള്ള ഒരു 9 അതിൻ്റെ 9 മുന്തിരി കഷ്ണങ്ങൾ മാതിരി. അത് ഒന്നുണ്ടെങ്കിൽ എല്ലാം ഉണ്ട് എന്നുവെച്ചാൽ എല്ലാം പരിശുദ്ധാത്മാവിനാൽ. എനിക്ക് സ്നേഹമുണ്ട്, പക്ഷേ ഇന്ദ്രിയജയമൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ സ്നേഹമുള്ള അളവിൽ ഇന്ദ്രിയജയമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇന്ദ്രിയജയമുള്ള അളവിൽ ദയയേ ഉള്ളൂ, ആ അളവിലെ പരോപകാരമേ ഉള്ളൂ, ആ അളവിലെ എനിക്ക് സൗമ്യതയേ ഉള്ളൂ. അപ്പോൾ ഒന്നില്ല ഒന്നുണ്ടെന്നൊക്കെ നമുക്ക് തോന്നുന്നതാണ്, പക്ഷേ യഥാർത്ഥത്തിലുള്ള ജീവന്റെ അളവിനനുസരിച്ചായിരിക്കും നമ്മളിൽ ഈ ഒരു ഫലങ്ങളൊക്കെ ഫലം ഉണ്ടാവുന്നത്. പിന്നെ ഫലങ്ങൾ എന്നുള്ള വാക്കും നമ്മൾ മത്തായി 7:16-20 ഫലങ്ങൾ കണ്ട് തിരിച്ചറിയുക. ജീവിതത്തിന് ഫലമുണ്ട്, ശുശ്രൂഷയുടെ ഫലമുണ്ട്, ആ ഫലങ്ങൾ കണ്ട് തിരിച്ചറിയുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഫലമില്ലാതെ പോവുകയില്ല. അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നത് കൊണ്ട് എവിടുന്ന് ഒഴുകി വരുന്നത്? അത് ആത്മാവിൽ നിന്ന് ഒഴുകി വരികയാണ്. ആത്മാവെന്ന് പറഞ്ഞാൽ അത് സ്വർഗസിംഹാസനം, പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കുന്ന ഒരു ആത്മാവെന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിൻ്റെ സിംഹാസനത്തിലേക്ക് എത്തപ്പെട്ട ഒരു യുനോ ഒരു ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മളിലൊന്ന് നിറയുമ്പം നാം സ്വർഗസിംഹാസനത്തിലേക്ക് കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് എടുക്കപ്പെട്ട ഒരു അവസ്ഥയാണ്. അവിടെ നിന്നാണ് ഈ ജീവിതത്തിലെ നദികൾ ഒഴുകി വരുന്നത്. അതുകൊണ്ട് വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് വാട്ടർ ഫ്ലോസ് ഫ്രം ദ സാങ്ച്വറി, വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നത് കൊണ്ട് അവ മാസം തോറും പുതിയ ഫലം കായ്ക്കും. പണ്ട് ഞാൻ ഫലം കായ്ച്ചിട്ടുണ്ട്, ഞാൻ 20 വർഷം മുമ്പ് ഫലം കായ്ച്ചിട്ടുണ്ട്, ഇത്ര വർഷം മുമ്പ് ഫലം കായ്ച്ചിട്ടുണ്ട് എന്നുള്ളതല്ല, ഇപ്പം പുതിയ ഫലം, ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്. യുനോ അതാ നമ്മൾ വായിക്കുന്നത്. എവറി മന്ത് they will bear every month because the water flows from the sanctuary and the fruit will be for food. അവയുടെ ഫലം തിന്നുവാനും അവയുടെ ഇല ചികിത്സയ്ക്കായി മറ്റുള്ളവർക്ക് അതൊരു ഹീലിങ്ങിനായിട്ട് ഉതകുന്ന നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ളൊരു ചിത്രം അവിടെ വായിക്കുന്നത്. നമ്മളിപ്പം പുറപ്പാട് പുസ്തകത്തിൻ്റെ കാര്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ ആ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകണമെങ്കിൽ കെരൂബുകൾ വാളിൻ്റെ ജ്വാലയായിട്ട് നിൽക്കുന്നത് നമ്മൾ ഉൽപ്പത്തി 3:24 കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടായിരുന്നു. അതേ ചിത്രം തന്നെ നമ്മൾ
ഇവിടെ സമാഗമന കൂടാരത്തിലും കാണുന്നുണ്ട്. സമാഗമന കൂടാരത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്താണ് ദൈവസാന്നിധ്യം. അവിടെ യുനോ അവിടെ ആ കൃപാസനം, മേഴ്സി സീറ്റ് അല്ലെങ്കിൽ കരുണയിൻ ഇരിപ്പിടം, കൃപാസനം എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള കരുണയിൻ ഇരിപ്പിടം, അവിടെ ആ കൃപാസനത്തെങ്കിൽ കിരൂബുകളുടെ മധ്യേ സംസാരിക്കുന്നവെന്നൊക്കെ നമ്മൾ കർത്താവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് ഈ പഴയ നിയമ പുസ്തകങ്ങളിൽ തന്നെ. പഴയ നിയമ പുസ്തകങ്ങളിൽ അതിൻ്റെ സംഖ്യാപുസ്തകം 7:89 നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 20ാധ്യായമൊക്കെ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ ആ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും ഓർമ്മയുണ്ടോ എന്നറിയത്തില്ല. സംഖ്യാപുസ്തകം 7ാധ്യായത്തിൻ്റെ നമ്പേഴ്സ് ചാപ്റ്റർ 7:89 മോശ തിരുമുമ്പിൽ സംസാരിക്കുവാൻ സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോൾ അവൻ സാക്ഷ്യപ്പെട്ടകത്തിന്മേലുള്ള കൃപാസനത്തെങ്കിൽ നിന്ന് 2 കെരൂബുകളുടെ നടുവിൽ നിന്ന് തന്നോട് സംസാരിക്കുന്ന തിരുശബ്ദം കേട്ടു. അങ്ങനെ അവൻ അവനോട് സംസാരിച്ചു. അപ്പം ദൈവത്തിന്റെ സാന്നിധ്യം എവിടായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നേ? ഹി ഹേർഡ് ദ വോയിസ് സ്പീക്കിംഗ് ടു ഹിം ഫ്രം അബവ് ദ മെഴ്സി സീറ്റ് ദാറ്റ് വാസ് ഓൺ ദ ആർക്ക് ഓഫ് ദ ടെസ്റ്റിമണി. ആർക്ക് ഓഫ് ദ ടെസ്റ്റിമണി എന്ന് പറഞ്ഞാൽ ഒരു പെട്ടകം എന്ന് പറഞ്ഞാൽ പെട്ടി, ഒരു ബോക്സ്, റെക്ടാങ്കുലർ ബോക്സ്. അതിനകത്ത് ദൈവത്തിന്റെ വചനം കൽപ്പലകളായിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് ദൈവത്തിന്റെ സാക്ഷ്യം ഉള്ള, ദൈവത്തിന്റെ ടെസ്റ്റിമണി ഉള്ള പെട്ടകമായതുകൊണ്ട് സാക്ഷ്യപ്പെട്ടകം, ആർക്ക് ഓഫ് ദ ടെസ്റ്റിമണി. അതിൻ്റെ കൂടെ ആയിരുന്നു ഈ കൽപ്പലകളുടെ കൂടെ അഹരോന്റെ തളർത്ത വടി ഉണ്ടായിരുന്നു, ഒരു ജാറിൽ മന്ന ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ എബ്രായർ 9ാധ്യായത്തിലൊക്കെ നമ്മളത് വായിക്കുന്നുണ്ട്. അതിവിശുദ്ധ സ്ഥലത്തുണ്ടായിരുന്ന കാര്യങ്ങൾ. അതിവിശുദ്ധ സ്ഥലത്ത് ഈ ആർക്ക് ഓഫ് ദ കവനന്റ് അല്ലെങ്കിൽ ആർക്ക് ഓഫ് ദ ടെസ്റ്റിമണി സാക്ഷ്യപ്പെട്ടകം ഉണ്ടായിരുന്നു. ആ സാക്ഷ്യപ്പെട്ടകത്തിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സാക്ഷ്യപ്പെട്ടകത്തിന്റെ ഒരു അടപ്പ് മാതിരിയായിരുന്നു, ലിഡ് മാതിരിയുള്ള ഒരു റെക്ടാങ്കുലർ പ്ലേറ്റ് ആയിരുന്നു മെഴ്സി സീറ്റ് എന്ന് പറയുമ്പോൾ കരുണയിൻ ഇരിപ്പിടം എന്നാണ് ശരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. കൃപാസനം എന്നാണ്. അതിൽ നിന്നൊക്കെയാണ് ഇന്ന് കൃപാസനം എന്നുള്ള പേരൊക്കെ പലരും എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾക്കറിയാം. പക്ഷേ യഥാർത്ഥത്തിൽ അന്ന് കൃപ എന്നുള്ളത്, ഗ്രേസ് എന്നുള്ള വാക്ക് പഴയ നിയമത്തിൽ അത്തരുണത്തിൽ ഇല്ലായിരുന്നു. യേശുവിലൂടെയാണ് കൃപ വന്നതെന്നൊക്കെ, യേശുവിലൂടെ വന്ന കൃപ വ്യത്യസ്തമായ ഒരു കൃപയാണ്. പഴയ നിയമത്തിൽ ഇല്ലാതിരുന്നൊരു സംഭവമാണ് യേശുവിലൂടെ വന്ന കൃപ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. യോഹന്നാൻ 1:17 നമ്മൾ ആ വാക്യം വായിച്ചിട്ടുണ്ട്, യേശുവിലൂടെയാണ് കൃപ വന്നത്. അപ്പം കൃപാസനം എന്നുള്ളത് ശരിക്കും പറഞ്ഞ ഒരു മിസ്നോമറാണ് അന്നത്തെ ട്രാൻസ്ലേഷന്. കരുണയിൻ ഇരിപ്പിടം എന്ന് വേണം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. ചിലന്ന് സത്യവദപുസ്തകത്തിൽ അത് കൃപാസനം എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുക. അപ്പം അങ്ങനെ എന്നാൽ നമുക്ക് പെട്ടെന്ന് കൃപാസനം എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് അത് മനസ്സിലാകത്തുള്ളല്ലോ. അപ്പോൾ സാക്ഷ്യപ്പെട്ടകത്തിന്മേലുള്ള ഈ കൃപാസനം, ഈ റെക്ടാങ്കിൾ ആ ലിഡ്, അതിൽ നിന്ന് ആ റെക്ടാങ്കിൾ ലിഡിന് അപ്പുറവും ഇപ്പുറവും 2 കെരൂബുകളെയൊക്കെ അത് നിർമ്മിച്ച് വെക്കണമെന്നൊക്കെ നമ്മൾ പുറപ്പാട് 25ാധ്യായത്തിലൊക്കെ വായിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ആ വാക്യങ്ങളൊക്കെ. 2 കെരൂബുകളെ, അപ്പം ആ 2 കെരൂബുകളുടെ നടുവിൽ നിന്ന്, അവിടെയാണ് ദൈവസാന്നിധ്യമായിട്ട് പറയുന്നത്. അപ്പം ആ ദൈവസാന്നിധ്യം അതാണ് ജീവന്റെ വൃക്ഷം എന്ന് പറയാം. ദൈവത്തിന്റെ സ്വഭാവം, ദൈവം തന്നെ, യേശു തന്നെയാണ് ജീവന്റെ വൃക്ഷമെന്നോ യേശുവിന്റെ ജീവനാണ് ജീവന്റെ വൃക്ഷം എന്നൊക്കെ നമുക്ക് പറയാം. അപ്പം ആ ജീവന്റെ വൃക്ഷത്തെങ്കിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ അത് എന്തിലൂടെ? ഈ തിരശീലക്കപ്പുറമാണ്. ആ തിരശീല ചീന്തിയാണ് കർത്താവ് ഒരു വഴി തുറന്നത് നമുക്ക്. അപ്പൊ ഈ തിരശീലയ്ക്ക് അപ്പുറം ഇപ്പുറം എന്തുണ്ടെന്നുള്ള കാര്യം നമ്മൾ വായിക്കുന്നത്. തിരശീലയുടെ 2 സൈഡിൽ പുറപ്പാട് ദിവസം 26ാധ്യായത്തിൽ ആ വാക്യം നമ്മൾ പണ്ടും കണ്ടിട്ടുണ്ട്. പുറപ്പാട് 26ന്റെ എന്നാൽ പല കാര്യങ്ങളും വീണ്ടും വീണ്ടും പറയുമ്പോഴാണല്ലോ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ തറവാവുന്നത്, അല്ലേ? നമ്മളെല്ലാവരും മറവിയുള്ള ആൾക്കാരൊക്കെയാണ്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ തന്നെയും വീണ്ടും വീണ്ടും കേൾക്കുമ്പോഴാണ് വീണ്ടും ഞാൻ തന്നെയും വീണ്ടും പറയുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെയാണ് ആ കാര്യങ്ങൾ പരിശുദ്ധാത്മ കൂടുതലൊന്നും ജ്വലിപ്പിച്ച് നമുക്കൊരു ഫ്രഷ് ആയിട്ടാക്കി തരുന്നത്. പുറപ്പാട് 26ന്റെ 31ാമത്തെ വാക്യം, അവിടെ ഈ തിരശീലയുടെ കട്ടിയെക്കുറിച്ചൊക്കെ പറയുക. നീലനൂല്, ധൂമ്രനൂല് എന്ന് പറയുമ്പോൾ പേടിക്കണ്ട, പർപ്പിൾ നൂല് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പർപ്പിൾ കളർ, ധൂമ്രം എന്നാണ് അതിന് മലയാള പദം. നീലനൂല്, ധൂമ്രനൂല്, ചുവപ്പ് നൂല്, പിരിച്ച പഞ്ഞിനൂല്, ഇതെല്ലാം കൂടെ തിരികെ ഭയങ്കര ഒരു കട്ടിയുള്ള തിരശ്ശീല ഉണ്ടാക്കണം എന്നുള്ള കാര്യമാണ്. ജഡം അത്രയ്ക്ക് കട്ടിയുള്ളതാണെന്നുള്ള കാര്യമാണ് പറയുന്നത്. ജഡമാകുന്ന തിരശ്ശീല, ദേഹമാകുന്ന തിരശ്ശീല എന്ന് എബ്രായർ 10:19-20 സത്യവേദപുസ്തകത്തിലുള്ള ട്രാൻസ്ലേഷൻ തെറ്റാൻ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ. അത് സാക്സ് എന്ന് പറയുന്ന ഗ്രീക്ക് പദമാണ്. ജഡമാകുന്ന തിരശ്ശീല എന്നാണ് അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. നെയ്ത്തുകാരന്റെ ചിത്രപ്പണിയായ കെരൂബുകൾ ഉള്ളതായി അതിനെ ഉണ്ടാക്കണം. അപ്പൊ ഈ തിരശ്ശീലയിൽ അപ്പുറം ഇപ്പുറം എന്തുണ്ട്? കെരൂബുകളുണ്ട്. അപ്പൊ വെച്ചാൽ ജീവവൃക്ഷത്തിലേക്കുള്ള വഴി കർത്താവ് ആ തിരശ്ശീല ചീന്തി കർത്താവ് ഉരുവാക്കുന്ന ആ വഴി പ്രതിഷ്ഠിക്കുന്നേ.
എന്നാൽ അപ്പുറം ഇപ്പുറം കെരൂബുകൾ വാളിന്റെ ജ്വാലയായിട്ട് നിൽക്കും എന്ന് നമ്മളിപ്പം ഉൽപ്പത്തി 3:24 കണ്ട ആ ഒരു കാര്യം ഞാനത് അതിൻ്റെ അതിൻ്റെ ഇമേജസ് ഒക്കെ ഇതിനു മുമ്പൊക്കെ നമ്മൾ പലപ്പോഴും ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ഇമേജസ് ഒന്ന് എടുക്കാൻ നോക്കിക്കോട്ടെ. അതൊന്ന് ഷെയർ ചെയ്യാം. അതെ അതെ. ഞാൻ അതൊന്ന് എക്സ്മൈസ് ചെയ്യാൻ ഇങ്ങനെ ഓക്കെ. അതായത് ആ ഒരു നിങ്ങൾക്ക് കാണുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതെ. അയ്യോ, ഇത് ഇത് അതായത് ആ തിരശീല ഇത് ചീന്തിയ തിരശീല. അപ്പൊ കെരൂബുകൾ അപ്പുറവും ഇപ്പുറവും. ആ കാണുന്നുണ്ട്. ഇവിടെയുള്ള ഞങ്ങളുടെ കുഞ്ഞു ഓഡിയൻസ് വന്ന് നോക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ അതിനപ്പുറമാണ് ഈ സാക്ഷ്യപ്പെട്ടകം. സാക്ഷ്യപ്പെട്ടകം ഒരു റെക്ടാങ്കുലർ ബോക്സ് കണ്ടില്ലേ? ആ ബോക്സിന്റെ ലിഡാണ് മേഴ്സി സീറ്റ്. അവിടെയാണ് ഈ കെരൂബുകൾ, അപ്പുറം ഇപ്പുറമായിട്ട് കെരൂബുകൾ. ഇത് അപ്പൊ ഈ കെരൂബുകളുടെ അത് നമ്മളിപ്പം സംഖ്യാപുസ്തകം 7:89 എന്താ വായിച്ചത്? കെരൂബുകളുടെ മധ്യയിൽ നമ്മുടെ ഒരു പാട്ട്, നമ്മുടെ ആ ഒരു പാട്ടുണ്ടല്ലോ, എന്താ, കെരൂബിന്മേൽ 574 പാട്ടാണ് അല്ലേ? മറ്റേ അരിവരപ്പ് എടുക്കുന്ന ഒരു പാട്ടുണ്ട് കപ്പർമേശയുടെ സമയത്ത്. ആഹ് എന്തായിരുന്നു? മൃത്യുവിന്റെ ദാസ്യത്തിൽ നിന്ന് 571 പാട്ടിലെ അവസാന അന്ത്യത്തോളം പ്രവർത്തിക്കുന്നോൻ കെരൂബിൻ മീതെ കരേറിടും തൻ കാന്തയ്ക്കോ കർത്തൻ നൽകിയിടും പ്രതിഫലം സമർത്ഥമായി. കെരൂബിൻ മീതെ കരേറിടും എന്ന് പറയുമ്പോൾ ആ ഒരു ദൈവസാന്നിധ്യത്തിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. കെരൂബുകളുടെ മീതെ വസിക്കുന്ന കെരൂബുകളുടെ മധ്യത്തിൽ നമ്മൾ ആ സംഖ്യാപുസ്തകം 7:89 ഞാൻ ഒന്നോട്ടൊന്ന് എടുത്ത് വായിക്കുക. എന്താ, രണ്ട് കെരൂബുകളുടെ നടുവിൽ നിന്ന് തന്നോട് സംസാരിക്കുന്ന തിരുശബ്ദം. അതാ കെരൂബുകളുടെ നടുവിൽ നിന്ന് ഇവിടെ ആ ഒരു ദൈവസാന്നിധ്യത്തിന്റെ ആ ഒരു ദൈവത്തിന്റെ ഷെക്കേന ഗ്ലോറി, ഷെക്കേന എന്ന് പറയുന്ന അത് ദൈവത്തിന്റെ മഹത്വത്തെ കുറിക്കുന്ന പദം, അത് വന്ന് നിറഞ്ഞു എന്നുള്ള കാര്യവും, അത് അങ്ങനെ സമാഗമന കൂടാരം മൂടിയ കാര്യമൊക്കെ നമ്മൾ പുറപ്പാട് പുസ്തകം 40 അധ്യായത്തിന്റെ അവസാനത്തെ വാക്യങ്ങളിലൊക്കെ നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അത് ഇപ്പൊ സമാഗമന കൂടാരത്തിന്റെ കാര്യം. അപ്പൊ എന്താ ഈ സമാഗമന കൂടാരവും വെളിപ്പാടും പുറപ്പാടും തമ്മിൽ എന്താ ബന്ധമെന്ന് ചോദിച്ചാൽ, വെളിപ്പാട് പുസ്തകത്തിൽ ഈ ജീവജല നദി അത് അത് ആത്മാവിൽ നിന്ന്, അതിവിശുദ്ധ സ്ഥലത്തിൽ നിന്നാണ്. അതിവിശുദ്ധ സ്ഥലത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലും ഒരു ജീവജല നദി ഒഴുകണമെങ്കിൽ നമ്മളുടെ ഈ ജഡം, നമ്മുടെ സ്വന്തം ഇഷ്ടം, ഓരോ സാഹചര്യങ്ങളിലും കർത്താവിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് നമ്മളിൽ നിന്ന് പൊങ്ങുന്ന ആ ഒരു സ്വന്തം ഇഷ്ടം, അത് നമ്മൾ നമ്മെ തന്നെ താഴ്ത്തി ദൈവമുമ്പാകെ 0 ആയിട്ട് നമ്മെ തന്നെ താഴ്ത്തുമ്പോഴാണ് പരിശുദ്ധാത്മാവിനെ ഈ വാളിന്റെ ജ്വാല, വാള് ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ഹിതം, പിന്നെ ജ്വാല പരിശുദ്ധാത്മാവ്, അത് നമ്മളിൽ വന്ന് വാളിന്റെ ജ്വാല, വാളിന്റെ ജ്വാലയുള്ള വാള് ഈ തിരശ്ശീലയിൽ ചീന്തുകയും നമ്മുടെ ആത്മാവിലേക്ക് ഈ ജ്വാല വന്ന് ആത്മാവിനെ നിറവായിട്ട് നിറഞ്ഞ് നമ്മളിന്ന് ജീവജലത്തിലെ നദികൾ, അങ്ങനെ യഥാർത്ഥത്തിലുള്ള ഒരു പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മളുടെ സ്വന്തം ഹിതത്തെ സമർപ്പിക്കുന്നിടത്തേ യഥാർത്ഥത്തിൽ ആത്മാവിന് നിറവുള്ളൂ. പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് വിപരീതമായിട്ടുള്ള ആത്മാവാണ്. സ്വന്തം ഇഷ്ടത്തിന് വിപരീതമായിട്ട് പരിശുദ്ധാത്മാവിന്റെ ശത്രു ആരാന്ന് ചോദിച്ചാൽ ജഡം. ഞാൻ പറയുന്നതല്ല, ഗലാത്യർ 5:17 അതാ പറയുന്നത്. ഫ്ലഷ് ലസ്റ്റത്ത് അഗൻസ്റ്റ് ദ സ്പിരിറ്റ് ആൻഡ് സ്പിരിറ്റ് ലസ്റ്റത്ത് അഗൻസ്റ്റ് ദ ഫ്ലഷ്. ആത്മാവ് ജഡത്തിനെതിരെയും ജഡം ആത്മാവിനെതിരെയും, ജഡാഭിലാഷം ആത്മാവിനെതിരെയും ആത്മാഭിലാഷം ജഡത്തിനെതിരെയാകുന്നു എന്നാ അവിടെ ഗലാത്യർ 5:17 പറയുന്നത്. ജഡവും ആത്മാവുമാണ് ശത്രുക്കൾ. പരിശുദ്ധാത്മാവിന്റെ ശത്രു നമ്മളിൽ ആരാന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവിന്റെ ശത്രു നമ്മളിൽ തന്നെയുള്ള നമ്മുടെ ഈ ജഡമാണ്, നമ്മുടെ സ്വന്തം ഇഷ്ടം. ദൈവത്തിന് വിപരീതമായിട്ടുള്ള, ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്ക്, ദൈവത്തിന്റെ പ്രമാണങ്ങൾക്ക് വിപരീതമായിട്ട് നമ്മളിൽ പൊങ്ങുന്ന ഒരു ഉയർച്ച, ഞാൻ എന്നുള്ള ഒരു ഭാവം, എൻ്റെ ഇഷ്ടം, ഞാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കണം, അല്ലെങ്കിൽ ഞാൻ അങ്ങ് അസ്വസ്ഥനാവും, അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും, അല്ലെങ്കിൽ എനിക്ക് നിരാശ വരും. ഇതൊക്കെ എൻ്റെ ഞാനാണ്, നമ്മുടെ ഞാനേ. അല്ലെങ്കിൽ ചിലപ്പോൾ അയ്യോ പാവം ഞാനേ, എന്നെ ആരും കരുതുന്നില്ലേ, എന്നെ ആരും വിളിച്ചില്ലേ, എന്നെ ആരും കരുതിയില്ലേ, എന്നെ ആരും ബഹുമാനിച്ചില്ലേ, എന്നെ ആരും താലോലിച്ചില്ലേ, എനിക്കാരും കൈ തന്നില്ലേ, എന്നോട് ആരും ചിരിച്ചില്ലേ, ഒരു അയ്യോ പാവം ഞാനേ. സെൽഫ് പിറ്റി, സഹതാപമായാലും അമ്പട ഞാനേ, ഞാൻ ആണ് വലിയ ആള്. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയാലും സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ആയാലും ഒരു ഞാൻ, ജഡം. അപ്പൊ അത് ചിന്തുന്നിടത്താണ് എന്തുള്ളത്, ജീവജല നദികൾ ഒഴുകുന്നത്. അവിടെയാണ് യഥാർത്ഥത്തിൽ അതിവിശുദ്ധ സ്ഥലത്തുള്ള ജീവജല നദികളുടെ ഒഴുക്ക്. അതാ നമ്മൾ വെളിപാട് 22 നമ്മൾ കറണ്ട് ലൊക്കേഷൻ തിരിച്ച് നമുക്ക് എവിടെ എത്തി? വെളിപാട് 22 അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം നമ്മൾ വീണ്ടും വായിക്കുക.
അപ്പൊ അവിടെ പടങ്ക് പോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. നമ്മൾ ആ കാര്യങ്ങളൊക്കെ യെഹെസ്കേൽ 47 കണ്ടു. അത് 12 വീതം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. അന്ന് യുനോ രാവും പകലും ഒന്നും ഇല്ല, എപ്പോഴും പകലായിരിക്കും, രാവില്ല എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാലും മാസമൊന്നും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ആ ഒരു അലങ്കാരികമായ ഭാഷയിൽ അവിടെ നിത്യതയോളം എല്ലാത്തരം ഫലം, ഒരു വർഷത്തിൽ 12 മാസങ്ങളുള്ളതുപോലെ ഓരോ മാസവും 12 വിധത്തിലുള്ള ഓരോ മാസവും 12 വീതം ഫലം കായ്ച്ച് മാസം തോറും എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള ഫലങ്ങൾ കായ്ച്ച് അതത് ഫലം കൊടുക്കുന്നു. അതിൻ്റെയൊക്കെ ഒരു അതിൻ്റെയൊക്കെ ഒരു യാഥാർത്ഥ്യമൊക്കെ അന്ന് നിത്യതയിൽ എത്തുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇതെല്ലാം അലങ്കാരികമായ ഭാഷയിൽ പറഞ്ഞിരിക്കുക. അതത് ഫലം കൊടുക്കുന്നു, വൃക്ഷത്തിൻ്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു, മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനായിട്ട് ആ ഇല ഉതകുന്ന കാര്യമൊക്കെ നമ്മൾ യെഹെസ്കേൽ 47 അവസാനത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചല്ലോ. പിന്നെയാണ് മൂന്നാമത്തെ വാക്യം ഇപ്പം സാക് പെൻ ബ്രദറിന്റെ അന്തിമോചനം പുസ്തകത്തിലെ ആ ഒരു മൂന്നാമത്തെ വാക്യം, അതിന്റെ കറസ്പോണ്ടിങ് പോർഷൻ ഇപ്പം ജേക്കബ് ബ്രദർ വായിക്കുമല്ലോ, അജിത് ബ്രദർ അതിന്റെ കറസ്പോണ്ടിങ് പോർഷൻ ഡിസ്പ്ലേ ചെയ്യുമല്ലോ. വാക്യം 3: യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിൽ ഇരിക്കും. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കേണ്ടതിന് ക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ഗലാത്യർ 3:13. അവിടുന്ന് ക്രൂശിക്കപ്പെടേണ്ടിയിരുന്നു. കാരണം മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നല്ലോ. അവിടുന്ന് ആ ശാപം പൂർണ്ണമായി ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അത് മുഴുവനായി മാറ്റപ്പെട്ടു. പക്ഷേ ആ വിടുതൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായി അനുഭവിക്കാൻ കഴിയുന്നില്ല. ഉദാഹരണത്തിന്, മരണം അത് ശാപത്തിന്റെ ഭാഗമായി ഉള്ളതാണ്. വിശ്വാസികളും ഇന്ന് മരിക്കുന്നു. ഇത് തെളിയിക്കുന്നത് ശാപത്തിന്റെ എല്ലാ സ്വാധീനത്തിൽ നിന്നും നാം പൂർണ്ണമായി വിടുതൽ നേടിയിട്ടില്ല എന്നാണ്. എന്നാൽ സമ്പൂർണമായ വിടുതലിന്റെ ഒരു മുൻരുചി നമുക്ക് ഇപ്പോഴേ അനുഭവിക്കാൻ കഴിയും. ഇന്നും നാം മരണത്തെ ഭയപ്പെടുന്നില്ല, കാരണം യേശുക്രിസ്തു മരണത്തെ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. നാം ഇപ്പോഴും വേദന അനുഭവിക്കുന്നുണ്ട്. നമുക്ക് ഇപ്പോഴും വേദനയും രോഗവും ഉണ്ട്. എന്നാൽ നാം ശാപത്തിന്റെ കീഴിലല്ല, മറിച്ച് ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ വശത്താണ് എന്ന വസ്തുതയിൽ നാം സന്തോഷിക്കുന്നു. ഒരു നാൾ ശാപത്തിന്റെ എല്ലാ സ്വാധീനങ്ങളും പൂർണ്ണമായി നീക്കപ്പെടും. ദൈവത്തിന്റെ ആജന്മദാസന്മാർക്ക് വെളിപ്പാട് പുസ്തകത്തിൽ നൽകിയിരിക്കുന്ന ഉദ്ബോധനം ശ്രദ്ധേയമാണ്. വെളിപ്പാട് 1:1 ദാസന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഇതാ അവസാനത്തെ അധ്യായത്തിലും, അതായത് 22:3 തങ്ങളെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ചിട്ടുള്ളവരെയാണ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവന്റെ ദാസന്മാർ അവനെ ശുശ്രൂഷിക്കും, ഇംഗ്ലീഷ് ബൈബിളിൽ, എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിത്യതയിലും നമ്മൾ ദൈവത്തെ ഏതെങ്കിലും വിധത്തിൽ ശുശ്രൂഷിക്കും എന്ന് ഇതിൽ നിന്ന് വ്യക്തം. നിത്യത മുഴുവൻ നാം കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും മാത്രമല്ല ചെയ്യുന്നത്, നിത്യതയിൽ ദൈവത്തിനായി മറ്റ് ചില ശുശ്രൂഷകളും നാം ചെയ്യും. അതെല്ലാം ഇവിടെ വിശദീകരിച്ചാലും നമ്മുടെ മനസ്സിന് അത് ഉൾക്കൊള്ളുവാൻ കഴിയുകയില്ല. ഇവിടെ കർത്താവിനെ ശുശ്രൂഷിക്കുന്നത് ഒരു പ്രമോദം ആയിരിക്കുന്നവർ നിത്യത്തിലും തന്നെ ശുശ്രൂഷിക്കുന്നത് ഒരു പദവിയും അവകാശവും യഥാർത്ഥ സന്തോഷവുമായി കണക്കാക്കും. നമ്മള് വെളിപ്പാട് പുസ്തകം 22-ന്റെ 3-ാമത്തെ വാക്യം ഇപ്പം വായിച്ചു ചെയ്യട്ടെ. യാതൊരു ശാപവും ഇനി ഉണ്ടാവുകയില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും. വീണ്ടും ആ സിംഹാസനങ്ങൾ എന്ന് പറയുന്നില്ല, സിംഹാസനം, ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ഒരു സിംഹാസനമാണ്. ഇത് പിതാവിന്റെയും പുത്രനും ഒരു സിംഹാസനത്തിൽ, ആ സിംഹാസനത്തിലാണ് കർത്താവ് ജയിച്ച് പിതാവിന് സിംഹാസനത്തിൽ ഇരുന്നത് പോലെ ജയിക്കുന്നവനെ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ ഞാൻ വരം നൽകുമെന്ന് നമ്മളവിടെ
ഇതേ വെളിപാട് 3:21 വായിക്കുമ്പോൾ അത് എത്ര വലിയൊരു കാര്യമാണ്. ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും ഉയർന്ന പദവി ഏതാ? അമേരിക്കൻ പ്രസിഡന്റ്. അമേരിക്കൻ പ്രസിഡന്റ് ഓരോ രാജ്യങ്ങളൊക്കെ കീഴടക്കി പോകും, ഏറ്റവും ഉയർന്ന പദവി. ഇത് അങ്ങനെയല്ല. എന്നാൽ എല്ലാത്തിലും ഉപരിയായിട്ട് സ്വർഗീയമായിട്ടുള്ള ആ ഒരു സിംഹാസനം, ഏറ്റവും ഉയർന്ന പദവി. ഏത് പ്രസിഡന്റോ പ്രൈം മിനിസ്റ്ററോ, ഏതോ ഏറ്റവും വലിയ പണക്കാരനോ, ഏറ്റവും വലിയ ട്രില്യനെയറൊക്കെ, അതെല്ലാം ചോട്ടാ ചോട്ടാ, ഒന്നുമില്ല. ശ്വാസം എടുത്തു കഴിഞ്ഞാൽ ഇന്ന് പ്രസിഡന്റ്, നാളെ തടവ് പുള്ളി. അതൊക്കെ നമ്മൾ പത്രത്തിൽ വായിക്കുന്നല്ലേ. അപ്പം അത്രയേ ഉള്ളൂ. എന്നാൽ ഏറ്റവും വലിയ പദവി, ഏറ്റവും വലിയ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്വർഗസിംഹാസനം. അത് ആരുടെ സിംഹാസനം വെച്ചാൽ സ്രഷ്ടാവായ ദൈവത്തിന്റെ സിംഹാസനം. ആ സ്രഷ്ടാവായ ദൈവത്തിന്റെ സിംഹാസനം, അതെങ്ങനെ നമുക്കെങ്ങനെ ഇരിക്കാൻ പറ്റുന്നേ? നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. എന്ന് അതാ ഇവിടെ വെളിപാട് പുസ്തകം 3:21 വായിക്കുന്നേ. എന്താ? വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 21 ഏറ്റവും പോക്ക് സഭ ആരായിരുന്നു? ഏഴ് സഭകളിലെ ഏറ്റവും പോക്ക് കേസ് എന്ന് പറയുന്ന, ഏറ്റവും ഒരു നന്മയും പോലും പറയാനൊന്നുമില്ലാതിരുന്ന ഒരു സഭ ഉണ്ടായിരുന്നത്, അതായിരുന്നു ലവോദിക്യ സഭ. ചത്തതിനൊക്കെ ജീവിച്ചിരിക്കലും എന്ന് പറയുന്ന ഒരു അവസ്ഥ. എന്നാൽ ആ സഭയോടാണ് ഏറ്റവും വലിയൊരു വാഗ്ദത്വം അങ്ങ് നൽകുക. അത് വെച്ചാൽ ദൈവം ഏറ്റവും പാപിയായിട്ടുള്ള അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഉണ്ടെങ്കിലും, നമ്മൾ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു മാനസാന്തരത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും ഉയരത്തിലേക്ക്, നമ്മുടെ പാപത്തിന്റെ ഏറ്റവും അഗാധ ഗർത്തത്തിൽ, ഏറ്റവും പടുകുഴിയിലാണ് കിടക്കുന്നതെങ്കിലും, റോക്ക് ബോട്ടത്തിലാണെങ്കിലും കർത്താവിന്റെ കരങ്ങൾ അത്ര ശക്തിയുള്ളതാ, പിടിച്ച് മേലെ കയറ്റി അങ്ങ് ഏറ്റവും വലിയ ഉയരത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് കയറ്റും. അതാ പരിശുദ്ധാത്മാവിന്റെ ശക്തി. അതാ വെളിപാട് 3:21 ഇത് നമ്മൾ വായിക്കുന്നത്. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകും. ഞാനും ജയിച്ച്, ഞാൻ ഓസിനങ്ങ് കയറി, ഞാൻ പുത്രനാണ്, അതുകൊണ്ട് ഞാനങ്ങ് അങ്ങ് സിംഹാസനത്തിൽ കയറി അങ്ങ് ഇരിക്കാം, അങ്ങനല്ല. യേശു നിത്യനായ ദൈവമാണ്, പിതാവിൻ്റെ വചനമായിട്ട് നിത്യമായിട്ടുള്ള ദൈവമാണ്. എന്ന് കർത്താവ് തന്നെ താഴ്ത്തി ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജനിച്ച് തന്നെ താഴ്ത്തി, അത് കഴിഞ്ഞിട്ട് പിന്നെ കർത്താവ് എങ്ങനെ ഉയർത്തപ്പെടുന്ന ബേസിസ് എന്താ? ഞാൻ പുത്രനായതുകൊണ്ട് എനിക്ക് നേരത്തെ ആ സീറ്റ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാനിങ്ങ് വരുക എന്ന് പറഞ്ഞല്ല. കർത്താവ് പിന്നെ അത് ഹി ഏൺഡ് ദാറ്റ് സീറ്റ് ഓഫ് ഓണർ ബൈ ഹംബ്ലിങ് ഹിംസെൽഫ് ടു ദ അറ്റ്മോസ്റ്റ്. തന്നെ ഏറ്റവും അധികം താഴ്ത്തിയത് കൊണ്ട് പിതാവ് അവന് സകല നാമത്തിനും മേലായ നാമമാക്കി, എല്ലാത്തിലും മേലായ പൊസിഷൻ നൽകി എന്നൊക്കെ ഫിലിപ്പ് 2-ാം അധ്യായത്തിന്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലൊക്കെ നമ്മളത് വായിക്കുന്നുണ്ട്. എല്ലാം മുട്ടും മടങ്ങും, എല്ലാം നാവും പാടും എന്നുള്ള കാര്യമൊക്കെ, യേശുദാൻ കർത്താവ് എന്നുള്ള കാര്യമൊക്കെ ഫിലിപ്പ് 2-ന്റെ 8 മുതൽ 12 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് ദൈവമായിരിക്കും, മനുഷ്യനായിരിക്കും, ദാസനായിരിക്കും, ഒരു ക്രൂശിലെ കുറ്റവാളി എന്ന വണ്ണം, ക്രിമിനൽ എന്ന വണ്ണം തന്നെ താഴ്ത്തി. ആ ഒരു താഴ്മയുടെ വഴിയിൽ തന്നെ ഏറ്റവും താഴ്ത്തിയത് കൊണ്ട് ഈ ഭൂമുഖത്ത് ജീവിച്ചിട്ടുള്ളവരിൽ, മനുഷ്യരായിട്ട് പിറന്നിട്ടുള്ളവരിൽ ഏറ്റവും തന്നെ താഴ്ത്തിയത് ആരാന്ന് ചോദിച്ചാൽ ആരാ? യേശു ക്രിസ്തു. പിന്നെ ഏറ്റവും അധികം തങ്ങളെ തന്നെ താഴ്ത്തിയവർ ആരെങ്കിലും രണ്ടുപേരുണ്ടെങ്കിൽ അവരായിരിക്കും കർത്താവിന് അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കാൻ പോകുന്നത്. അതാ യാക്കോബിന്റെയും യോഹന്നാന്റെ യാക്കോബിന്റെ അമ്മ വന്ന് ചോദിക്കുമോ, ഞങ്ങൾക്ക് ഇവരെ അപ്പുറത്തും ഇപ്പുറത്തും നിർത്തിയേക്കണേ, സീറ്റ് ഇപ്പോഴേ റിസർവ് ചെയ്ത് വെച്ചേക്കണേ. അവർ നോക്കുമ്പോൾ ഒരു അമ്മ അല്ലേ ചോദിക്കുന്നത്, ഒരു അമ്മയുടെ അപേക്ഷയാണ്, ഒരു റെക്കമെൻഡേഷൻ എന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി ഇരുത്തണം എന്നല്ലേ പറയുന്നത്. ഈ യാക്കോബിനെ എന്നെ അമ്മയെ ഇരുത്തണം എന്ന് പറയല്ലേ, എൻ്റെ മക്കളെ ഇങ്ങനെ ഇരുത്തിയാൽ മതി. പക്ഷെ അവിടെ കർത്താവ് അവരോട് ചോദിക്കുന്നുണ്ട്, എന്താ നീ ചോദിക്കുന്നതെന്ന് അറിയാവോ? അത് പിതാവ് അത് ഓൾറെഡി അതുപോലൊരു ബാപ്റ്റിസം ഓഫ് സഫറിങ്, ഒരു സ്നാനം, ഒരു ക്രൂശിന്റെ വഴിയിലൂടെയുള്ള ഒരു സ്നാനത്തിലൂടെ അങ്ങ് ഉയരത്തിൽ, അത് ഓഫ് കോഴ്സ് നമ്മുടെ യാക്കോബ് യോഹന്നാനൊക്കെ ഏറ്റവും വിശുദ്ധന്മാരായ അപ്പോസ്തലന്മാരായിരുന്നു. എന്നാൽ അത് അവർ തന്നെ ആയിരിക്കണമെന്നില്ല, അല്ലെങ്കിൽ പത്രോസോ പൗലോസോ തന്നെ ആയിരിക്കണമെന്നില്ല. ഏറ്റവും അധികം തങ്ങളെ തന്നെ ഈ ഭൂമുഖത്ത് താഴ്ത്തിയ 2 വ്യക്തികളായിരിക്കും അന്ന് ഏറ്റവും അധികം ദൈവത്താൽ ഉയർത്തപ്പെടുന്നത്. അപ്പം അങ്ങനെ അതാണ് നമ്മൾ വായിക്കുന്നത്. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിന് താഴെ ഒരു കൊരണ്ടയിട്ട് ഇരുത്തും. ആണ് താഴെ ഒരു പാദപീഠത്തിൽ നീ അങ്ങ് ഒരു കൊരണ്ടയിട്ട് അവിടെ ഇരുന്നു എന്ന് പറയുകയല്ല, എൻ്റെ സിംഹാസനത്തിൽ തന്നെ നിനക്കും കയറിയിരിക്കാം. കർത്താവിൻ്റെ മടി കയറിയിരിക്കാം, കർത്താവിൻ്റെ വലത് ഭാഗത്ത് കാന്തയായിട്ട് കയറിയിരിക്കാം. ആർക്കാ? ജയിക്കുന്നതെന്ന് പറയുമ്പോൾ എന്താ ജയിക്കുന്നേ? ഏത് പരീക്ഷ? IAS ജയിച്ചാൽ മതിയോ, അതോ IPS ജയിക്കണം? അതൊന്നും ജയിക്കണ്ട. അതൊന്നും ജയിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ എന്താ, ജഡത്തെ ജയിക്കണം, ലോകത്തെ ജയിക്കണം, പിശാചിനെ ജയിക്കണം.
എന്ന് പറഞ്ഞാൽ പാപത്തെ ജയിക്കണം. പാപത്തെ ജയിക്കണം എന്ന് പറഞ്ഞാൽ പാപം ഏതൊക്കെ രൂപത്തിലാണെന്ന് വെച്ചാൽ നമ്മുടെ ജഡത്തിലൂടെയാണല്ലോ പാപം വരുന്നത്. ജഡം എന്ന് പറഞ്ഞാൽ കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം, മണി, ഓണ, പ്ലഷേഴ്സ്. അത് നമ്മുടെ സ്വന്തം ഇഷ്ടം. ജഡം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ നമ്മൾ ജയിക്കുന്നു. നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ എങ്ങനെ ജയിക്കുന്നു? നമ്മളായിട്ട് പല്ല് കടിച്ച് ജയിക്കുന്ന കാര്യമല്ല. നമ്മളെ തന്നെ അങ്ങ് താഴ്ത്തുന്നു. പരിശുദ്ധാത്മ നമ്മളിൽ വന്ന് നിറഞ്ഞ് സ്വന്തം ഇഷ്ടത്തെ ജയിക്കാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കുന്നു. ജഡത്തെ ജയിക്കുന്നു. ജഡത്തെ ജയിക്കുമ്പം നമ്മൾ ഈ ലോക വ്യവസ്ഥയും കൂടെ ജയിക്കുന്നത് വെച്ചാൽ ജഡത്തിലുള്ള ഈ കൺമോഹം, ജഡമോഹൻ, ജീവനത്തിന്റെ പ്രതാപം തന്നെ ഈ ലോകത്തിലുള്ളതെന്ന് 1 യോഹന്നാൻ 2:16 നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ വായിച്ചു. അപ്പം ലോകത്തെ ജയിക്കുമ്പോൾ ലോകത്തിന് അധിപതിയായിട്ടുള്ള ആരാ ഉള്ളേ? 1 യോഹന്നാൻ 5:19 ലോകത്തിന് അധിപതി പിശാച്. ഇപ്പം പിശാചിനെയും ജയിച്ചു. അങ്ങനെ അതാ പാപത്തെ ജയിക്കുന്നു എന്ന് പറയുമ്പോൾ, പാപത്തെ ജയിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ കൊല ചെയ്യുന്നില്ല, ഞാൻ വ്യഭിചാരം ചെയ്യുന്നില്ല, ഞാൻ വലിയ വലിയ പാപമൊന്നും ചെയ്യുന്നില്ല, ഞാൻ വലിയ പട്ടികയിൽപ്പെട്ട പാപമൊന്നും ചെയ്യുന്നില്ല, ഞാൻ വലിയ വിശുദ്ധനാണ്. എന്നുവെച്ചാൽ പാപം എന്ന് പറഞ്ഞാൽ എന്താ? ക്രിസ്തുവിന് ചേരാത്തതെല്ലാം പാപമാണെന്നും പാപത്തെ ജയിക്കുന്നു എന്ന് പറയുമ്പോൾ ജഡത്തെ ജയിക്കുന്നു. അങ്ങനെ ലോകത്തെയും പിശാചിനെയൊക്കെ ജയിക്കുന്നവനാണ് എൻ്റെ കൂടെ. അത് ഏറ്റവും വലിയ പൊസിഷൻ. ആ സിംഹാസനം അവിടെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പൊസിഷൻ. ഇപ്പോൾ ഒരു കമ്പനിയിലെ ഏറ്റവും മാനേജിങ് ഡയറക്ടർ, CEO, HOD, പ്രിൻസിപ്പൽ, ഡീൻ, ഡയറക്ടർ, ഏറ്റവും വലിയ പൊസിഷൻ എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു രാജ്യത്ത് പ്രൈം മിനിസ്റ്റർ, പ്രസിഡന്റ് എന്നൊക്കെ പറയുന്ന പോലെ എല്ലാത്തിനും മേലെയുള്ള ആ ഒരു സ്ഥാനം. എന്നുവെച്ചാൽ നമുക്ക് ദൈവത്തിന്റെ ആ ഒരു സ്നേഹം ആലോചിക്കുമ്പം നമ്മൾ പാപത്തിന്റെ പടുകുഴിയിൽ ഏറ്റവും ആഴത്തിലായിരുന്നു. എന്നാൽ അവിടുന്ന് പെട്ടെന്ന് ട്രാൻസ്ഫർ അടിച്ച് അങ്ങ് മേലോട്ട് കൊണ്ടുപോകുന്ന കർത്താവിന്റെ സ്നേഹം. അത് നമ്മൾ എന്തെങ്കിലും യോഗ്യത നോക്കിയതാണ്. നമ്മുടെ എത്ര അയോഗ്യരാണെന്ന് എത്ര അധികം തിരിച്ചറിയുന്നോ അത്രയധികം നമ്മൾ യോഗ്യന്മാരാണ്. നമ്മൾ യോഗ്യന്മാരായിട്ട് നമുക്ക് തന്നെ തോന്നുവാണെങ്കിൽ നമ്മൾ അതിൽ തന്നെ അയോഗ്യന്മാരാണ്. ഇപ്പം ഞാൻ നമുക്ക് ആ ശാപത്തിന്റെ കാര്യങ്ങളും ഒക്കെ ഇല്ലാത്ത വാക്യത്തിലോട്ടൊക്കെ പോകാൻ സമയമില്ല. നമുക്ക് അടുത്ത ആഴ്ച ഒരു പക്ഷേ കോട്ടേജ് മീറ്റിംഗ് ആയിരിക്കും നമ്മുടെ സഹോദരങ്ങളെ വോളണ്ടിയർ ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ അതിനടുത്ത ആഴ്ച അപ്പം നമുക്ക് തുടർന്നും അത് ചിന്തിക്കാമല്ലോ. അപ്പം പക്ഷേ എന്നാൽ ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ സിംഹാസനങ്ങളല്ല, സിംഹാസനം. പിതാവ് മേലെ ഒരു സിംഹാസനം, പിന്നെ പുത്രന് താഴെ ഒരു സിംഹാസനം, പരിശുദ്ധാത്മ പിന്നെ കീഴെ ഒരു സിംഹാസനം. അങ്ങനെയല്ല. വെച്ചാൽ അങ്ങനെ ആകുമ്പോൾ 3 ദൈവങ്ങളാന്ന് പറയേണ്ടവർ. അങ്ങനെയല്ല. നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ നമ്മളെ ആരോപിക്കുന്നത് നിങ്ങൾ 3 ദൈവങ്ങൾ എന്ന് പറയും. അല്ല, ഒരു ദൈവമേ പറയത്തുള്ളൂ. അവരത് മിസ്കോട്ട് ചെയ്യുന്നതെന്നുള്ളതേ ഉള്ളൂ, തെറ്റായി ഉദ്ധരിക്കുന്നതെന്നുള്ളതേ ഉള്ളൂ. ഒരു ദൈവമേ ഉള്ളൂ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണ്. ഒരു ദൈവമാണ്, ഒരു അസ്തിത്വമാണ്, ഒരു ബീയിങ് ആണ്. എന്ന 3 വ്യക്തിത്വമാണ്, ഒരു സിംഹാസനമാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമങ്ങളിൽ സ്ഥാനപ്പെടുത്തുക എന്നല്ല, നാമത്തിൽ ഒരു നാമേ ഉള്ളൂ, എന്നാൽ 3 വ്യക്തികളുണ്ട്. അതൊരു മിസ്റ്ററിയാണ്, അതൊരു മർമ്മമാണ്. എന്ന് അത് മനസ്സിലാവുന്ന വണ്ണം പരിശുദ്ധാത്മ നമുക്കത് വെളിപ്പെടുത്തി തരുന്ന ഒരു കാര്യമാണ്. ജ്ഞാനികൾക്കും വിവേകികൾക്കൊക്കെ മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഒരു ദൈവമാണ്, എന്നാൽ 3 വ്യക്തിത്വം. അപ്പൊ ആ സിംഹാസനത്തിലേക്കാണ് കർത്താവ് നമ്മളെയും ഇരുത്താൻ പോകുന്നത്. ആ പിതാവിന്റെ സിംഹാസനത്തിൽ ഞാൻ വന്നിരിക്കുന്ന പോലെ എൻ്റെ ആ സിംഹാസനത്തിൽ നിങ്ങളെയും ഇരുത്താം കാന്തയായിട്ട്. ആർക്കാ ജയിക്കുന്നത്? എല്ലാവരും എനി ടോം ഡിക്ക് ഹാരിയല്ല. ഞാൻ ആ കർത്താവിൽ വിശ്വസിച്ചു, വീണ്ടും ജനിച്ചു, അതുകൊണ്ട് ഞാനങ്ങനെ സിംഹാസനത്തിൽ കയറിയിരിക്കാന്ന് പറഞ്ഞാൽ നോ സർ. എന്താ? ജയിക്കണം. നമ്മുടെ ക്രൂസിന്റെ വഴിയാണ് ഈ ജയിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറയുന്നത് പോലെ ആ ഒരു നമ്മളുടെ സ്വാർത്ഥതയും നമ്മളുടെ നികളവും നമ്മളുടെ വിധിക്കുന്ന മനോഭാവവും നമ്മുടെ ആകുല ചിന്തകളും അശുദ്ധിയും കാര്യങ്ങളൊക്കെ അത് നമ്മൾ ഇന്ന് വീണു പോകുന്നവരായിരിക്കാം. പക്ഷേ എങ്കിലും കർത്താവെ സഹായിക്കണമേ, എന്നെയും സഹായിക്കണേ കർത്താവെ. എനിക്ക് അങ്ങോട്ട് ഏറ്റവും ചേർന്നിരിക്കണം. വേറൊന്നിനും വേണ്ടിയല്ല കർത്താവെ, അങ്ങയോട് എനിക്ക് ഏറ്റവും നന്ദിയുള്ളവളായിട്ട് കാണപ്പെടണം. അങ്ങനെ ആ ഒരു സമർപ്പണത്തിലേക്ക് നമുക്ക് വരാം കർത്താവെ. അന്ന് ആ സിംഹാസനത്തിൽ ഇരിക്കാൻ, ഒരു സിംഹാസനത്തിൽ ഇത്രയും പേര് എല്ലാവരും കൂടെ എങ്ങനെ ഇരിക്കും എന്നൊക്കെ ചോദിച്ചാൽ അതൊരു ആത്മീയമായിട്ടുള്ളൊരു പ്രയോഗമാണ്. 144,000 പേരെന്ന് പറഞ്ഞ ഒരു സംഖ്യ ആയിരിക്കും അവിടെ ചെന്നിരിക്കുന്നത്. 144,000 പേര്, 144,000 പേര് 10 പേര് തന്നെ ഒരു സിംഹാസനത്തിൽ എങ്ങനെ ഇരിക്കും നമ്മൾ വിചാരിക്കുന്നത് എന്തൊരു സിംഹാസനമാണ്. പക്ഷെ അതൊരു ആത്മീയ തലത്തിലുള്ള ഒരു കാര്യം. അതിൻ്റെയൊക്കെ ആ ഒരു ആത്മീയമായിട്ടുള്ള ആ ഒരു യാഥാർത്ഥ്യമൊക്കെ നമുക്ക് അന്നേ കാര്യങ്ങളൊക്കെ വെളിവാകത്തുള്ളൂ. എന്നാൽ ഇന്ന് വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. എന്താ? 144,000 പേരെന്ന് പറയുമ്പോൾ അവരാണ് ജയാളികളായിട്ട് വെളിപ്പാട് 14 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ഒരു ചെറിയ സംഖ്യയാണ്, ആക്ഷരികമായിട്ടുള്ളൊരു സംഖ്യ ആയിരിക്കത്തില്ല, ചെറിയൊരു സംഖ്യ, അലങ്കാരികമായിട്ടുള്ളൊരു ചെറിയ സംഖ്യ. അപ്പോൾ ഇന്ന് കുഞ്ഞോട് പോകുന്നിടത്തേക്കും പോകുന്നവര്. അപ്പം അങ്ങനെ കർത്താവെ അങ്ങയോടുള്ള ഒരു അതിസ്നേഹത്തിൽ കർത്താവെ ഇത് മുഴുവനും അങ്ങോട്ട് ഏറ്റവും ചേർന്നിരിക്കുവാൻ എനിക്കും സഹായിക്കണേ കർത്താവെ. ഞാൻ യോഗ്യനല്ല, എന്നാൽ അവിടെ തന്നെ സഹായിക്കണേ. ഞാൻ എത്ര കുറവുള്ളവനാണ്.
നമുക്ക് ഇന്ന് വലിയ ശുശ്രൂഷയോ വലിയ വലിയ ലോകക്കാർ കാണുന്ന രീതിയിലുള്ള വലിയ വലിയ താലന്തുകളോ ഒന്നും നമുക്ക് കാണത്തില്ല. നമ്മൾ ആരാലും അറിയപ്പെടാത്ത ഒരു പാവം പിടിച്ചൊരു സഹോദരൻ സഹോദരി ആയിരിക്കും. നമുക്കുള്ള വെളിച്ചത്തിൽ നമ്മൾ സമ്പൂർണ്ണമായിട്ടും നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുകയാണെങ്കിൽ കർത്താവ് നമ്മളെ ഏറ്റവും അധികം ഉയർത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതരെ പിതാവേ, എന്നെ സഹായിക്കണമേ, ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണേ കർത്താവേ. ഞങ്ങൾ ബലഹീനരാണ് കർത്താവേ. ആ സ്വർഗത്തിൻ്റെ സിംഹാസനം അവിടെ കർത്താവെ, അവിടുത്തെ വലതുഭാഗത്ത് അവിടുത്തെ കാന്തയായിട്ടായിരിക്കുന്നത് എത്ര എത്ര മാധുര്യമാർന്ന മനോഹരമായ ഒരു കാര്യമായിരിക്കും. അങ്ങോട്ട് ചേർന്ന് വാഴുവാൻ തക്കവണ്ണം വേറൊന്നിനുമല്ല കർത്താവെ, അങ്ങോട്ട് ഏറ്റവും ചേർന്നിരിപ്പാൻ, അങ്ങോട്ടുള്ള ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു നിർവൃതിയിൽ എപ്പോഴും ആയിരിക്കാൻ, നിത്യത മുതൽ മുഴുവനും കർത്താവെ അവിടെ അങ്ങോട്ട് ഏറ്റവും ചേർന്നിരിപ്പാൻ തക്കവണ്ണം കർത്താവെ എന്നെ ഒരുക്കണം. ഞങ്ങൾ ഓരോരുത്തരും ഒരുക്കണേ കർത്താവെ. ഞങ്ങൾ എത്ര അയോഗ്യരാണ്. അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെ കഴുകണേ കർത്താവെ. സഹായിക്കണേ. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണം. ജീവജലത്തിൻ്റെ നദികൾ ഞങ്ങളിൽ നിന്ന് ഒഴുകട്ടെ. അത് പോകുന്നിടത്തൊക്കെയും ജീവൻ പ്രദാനം ചെയ്യട്ടെ കർത്താവെ. ഞങ്ങളുടെ ജീവിതം കൊണ്ട് മറ്റുള്ള എല്ലാവർക്കും ഒരു അനുഗ്രഹമായിട്ട് ശാപമെല്ലാം മാറി അനുഗ്രഹമാക്കി തീർക്കണം. ഞങ്ങൾ എങ്ങനെ ഒരു ശാപമായിരുന്നു അതുപോലെ അനുഗ്രഹമായിരിക്കുന്ന സക്രിയ വീട്ടിൻ്റെ 13 ഞങ്ങൾ വായിക്കുന്ന പോലെ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുവാൻ, ഇബ്രാഹിമിന് അനുഗ്രഹമുള്ളവരായിരിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. നന്ദി കർത്താവേ, നന്ദി. ഞങ്ങളുടെ സഭയെ അനുഗ്രഹിച്ചാട്ടെ. ചെറുപ്പക്കാരും കുഞ്ഞുങ്ങളെയും എസ്പെഷ്യലി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അധികം ഒരു അനുഗ്രഹമായി തീരട്ടെ. ഓരോരുത്തരും കർത്താവെ അവിടുത്തെ അനുഗ്രഹം ഞങ്ങളുടെ മേലായിരിക്കട്ടെ കർത്താവെ. സഹായിച്ചാട്ടെ. കുടുംബങ്ങളുടെ അവിടുത്തെ സമാധാനവും സാന്നിധ്യവും നിറയട്ടെ. നന്ദി കർത്താവെ, നന്ദി. കേൾക്കുന്ന ഓരോരുത്തരിലും കർത്താവെ സഹായിച്ചാട്ടെ, അനുഗ്രഹിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതിനോട് സ്തുതിക്കുന്നു. എല്ലാം യേശു കർത്താവിൻ്റെ വിലയേറിയ മധുരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.